എല്ലാവർക്കും നമസ്കാരം. ജിഷ മാഡം എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ജിംസൺ നൂറാണ്. കഴിഞ്ഞ 3 മാസമായി വളരെ സീരിയസ് ആയിട്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് കഴിഞ്ഞ 3 മാസമായി ഈ ബിസിനസ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ബിസിനസ്സുമായി അസോസിയേറ്റ് ചെയ്ത് വളരെ സീരിയസ് ആയി ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാർട്ട് ടൈം വർക്കറാണ്. അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ട വ്യക്തിയാണ്. പാർട്ട് ടൈം ആയിട്ട് ഈ ബിസിനസ് ചെയ്യുന്നു. +2 സെക്ഷനിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കിട്ടുന്ന സമയം മാക്സിമം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. കഴിഞ്ഞ 3 മാസം മുമ്പ് ഈ അവസരം കിട്ടിയ സമയത്ത് തന്നെ ആ ഒരു അവസരം നെഞ്ചോട് ചേർത്തത് കൊണ്ട് തന്നെ ഈ സമയം കൊണ്ട് തന്നെ 1000-ലധികം മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വളരെ ശക്തമായി ബിസിനസ് ചെയ്യാൻ കഴിയുന്നു. ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങിക്കാനായിട്ട് ഈ പാർട്ട് ടൈം വർക്കറായി എനിക്ക് സാധിച്ചുവെങ്കിൽ ഈ ഒരു അവസരം കിട്ടിയിരിക്കുന്ന എല്ലാവർക്കും വളരെ സിമ്പിളായി വിജയിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പാർട്ട് ടൈം വർക്കറായ, ഒന്നുകൂടി എടുത്തു പറയുന്നു, പാർട്ട് ടൈം വർക്കറായ എനിക്ക് ഇത്രയും വരുമാനം സമ്പാദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ അവസരം നെഞ്ചോട് ചേർക്കുന്ന ആർക്കും വളരെ ശക്തമായി ബിസിനസ് ചെയ്യുവാൻ, വരുമാനം നേടുവാനൊക്കെയും കഴിയുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനിൽ കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ആഗ്രഹിക്കുകയാണ്. റോബർട്ട് ടി കിയോസാക്കി എന്നുള്ള അമേരിക്കൻ ബിസിനസ്മാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ലോകത്തെ ജനങ്ങളെ എടുത്തു നോക്കിയാൽ, ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന വ്യക്തികളെ എടുത്തു നോക്കിയാൽ അവരെ നമ്മൾ, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 2 കാറ്റഗറി തിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന 2 പേരുണ്ട്. അതിനകത്ത് വരുന്നത് എംപ്ലോയിഡ് ആസ് വെൽ ആസ് എംപ്ലോയിഡ് ആൻഡ് സെൽഫ് എംപ്ലോയിഡ് പീപ്പിൾ എന്ന് പറയും. അപ്പോൾ അവരെയാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബിസിനസ്മെൻ ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഈ 2 കാറ്റഗറി എന്ന് പറയുമ്പോൾ അത് രണ്ടും വളരെ ഡിഫറൻസ് ആണ്. അവർക്ക് തമ്മിൽ വളരെയധികം മാറ്റങ്ങളുണ്ട്. കാരണം എംപ്ലോയിഡ് ആ ഒരു കാറ്റഗറി പീപ്പിൾ നമുക്കറിയാം, എല്ലാവരും സാലറി വാങ്ങിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരാണ്. അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ബിസിനസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ അവർ ജോലി ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് വരുമാനം കിട്ടുന്നു. അപ്പോൾ തന്നെ എന്തെങ്കിലും കാരണവശാൽ ആ വ്യക്തികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ സംഭവിച്ചിട്ടാണെങ്കിൽ തന്നെ മുമ്പോട്ട് ആ ഒരു 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വർക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അവർക്ക് വരുമാനം കിട്ടുന്നില്ല. എന്നാൽ നമുക്കറിയാം, ഇങ്ങനെയുള്ള ഈ ഫസ്റ്റ് കാറ്റഗറി ആൾക്കാരാണ് നമ്മുടെ ലോകത്തെ പോപ്പുലേഷൻ, ജനസംഖ്യയിൽ നോക്കിയാൽ 90% വ്യക്തികളും ഈ ഒരു കാറ്റഗറിയിലാണ് പെടുന്നത്. എന്നാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വെറും 10% ഉള്ളൂ. ജനസംഖ്യയിൽ വെറും 10% ആ ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ ബിസിനസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ബിസിനസ്മെൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഈ 2 കാറ്റഗറിയിൽ നിന്നുള്ള ആൾക്കാരാണ്. അവരുടെ കയ്യിലാണ് ഈ വേൾഡിലുള്ള, ലോകത്തുള്ള പോപ്പുലേഷനിലുള്ള സമ്പത്തിനകത്ത് 100% സമ്പത്ത് അവരുടെ കൈവശമാണുള്ളത്. എന്നാൽ അവരുടെ ജനസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 10% മാത്രമാണ്. എന്നാൽ നമുക്ക് പറഞ്ഞിരുന്നു, ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ആളുകൾ അവര് 90% ഉണ്ടെങ്കിലും അവരുടെ കയ്യിലുള്ളത് വെറും 10% മാത്രമാണ് അവരുടെ കയ്യിലുള്ള വരുമാനം എന്നുള്ളത്. ടോട്ടൽ എക്കണോമി നോക്കുമ്പോൾ അവരുടെ കയ്യിൽ വെറും 10% മാത്രമേ ഉള്ളൂ. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾ വളരെ കുറവാണ്, വെറും 10% മാത്രമേ ഉള്ളൂ. കൈവശമാണ് ഈ ലോകത്തുള്ള 90% വരുമാനവും അവരുടെ കയ്യിലാണുള്ളത്. എന്നാൽ നമ്മൾ സാധാരണക്കാരായ വ്യക്തികളാണ് ഈ ഫസ്റ്റ് കാറ്റഗറിയിലുള്ളതെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഒരു മാറ്റം വളരെ അസാധ്യമായ ഒരു കാര്യമായി മാറുന്നു. കാരണം നമുക്കറിയാം, ഈ ബിസിനസ്മാൻ ബിസിനസ്മാൻ നമുക്ക് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സുകാര് അവർ വളരെയധികം പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിലൂടെ അവർ ലാഭം ഉണ്ടാക്കുന്നു. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി ഇൻവെസ്റ്റേഴ്സ് ആണ്. അവരുടെ കയ്യിൽ ഓൾറെഡി ക്യാഷ് ഉണ്ട്. ആ ഒരു അവർക്ക് കയ്യിലുള്ള ക്യാഷ് അവർ വേറെ രീതിയിൽ അവർ പല മാർഗങ്ങളിൽ ചെയ്തുകൊണ്ട് വരുമാനം നേടുന്നു. എന്നാൽ നമുക്കറിയാം, രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾ എപ്പോഴും ഫ്രീ മൈൻഡഡ് ആണ്. എപ്പോഴും അവർക്ക് റിലാക്സ് ചെയ്യാം, അവരെപ്പോഴും ഫ്രീ ആയിട്ട് അവർക്ക് എവിടെയെങ്കിലും പോവാം, ഒരു കുഴപ്പമില്ല. എങ്കിലും അവർക്ക് കൃത്യമായി കിട്ടുന്നുണ്ട്. എന്നാൽ ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാരെ നമുക്കറിയാം, നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ ആളുകളുടെ കയ്യിൽ അവര് ജോലി ചെയ്തില്ല എങ്കിൽ അവർക്ക് അതിനുശേഷം വരുമാനം കിട്ടുന്നില്ല. എന്നാൽ ജോലി ചെയ്യുന്ന സമയത്തുള്ള ആ ദിവസം വരുമാനം മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ നിന്ന് സെക്കൻഡ് കാറ്റഗറിയിലേക്ക് മാറാൻ കഴിയുക? ഇവിടെ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ
വളരെയധികം ക്യാഷ് ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ഫസ്റ്റ് സെക്കൻഡ് ലെവലിലേക്ക് മാറാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അങ്ങനെയുള്ള ഈ അവസരത്തിലാണ് നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പോലുള്ള ഓൺലൈൻ ഷോപ്പികളുടെ പ്രസക്തി നമുക്ക് അറിയേണ്ട കാര്യമുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന കാര്യമാണ് എങ്ങനെ നമുക്ക് നോർമൽ ആയിട്ടുള്ള സാധാരണക്കാരനായ ഓരോ വ്യക്തികൾക്കും നമുക്ക് ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ നിന്ന് സെക്കൻഡ് കാറ്റഗറിയിലേക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ഉള്ള ഒരു അവസരത്തിലേക്ക് മാറാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ നമ്മുടെ വിഷയം എന്നുള്ളത്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കമ്പനിയാണ്, ഏറ്റവും വളരെ പ്രസക്തമായി നമ്മൾ അറിയേണ്ട ഒരു കമ്പനിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കമ്പനിയുടെ പേര് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. നമുക്കറിയാം ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഒരു ഓൺലൈൻ ഷോപ്പിയാണ്, ഒരു ഓൺലൈൻ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്നുള്ളത്. ഇതിലൂടെ തന്നെ ഇതിന്റെ പ്രത്യേകത നമുക്കറിയാം, ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ ഓൺലൈൻ ഷോപ്പുകളും എന്ന് പറഞ്ഞാൽ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ നമുക്കറിയാം പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്നുണ്ട് അല്ലേ. നമ്മൾ എപ്പോഴും അവിടെ നിന്നൊക്കെയും സാധനങ്ങൾ വാങ്ങാറുമുണ്ട്. എന്നാൽ ഹൈറിച്ച് ഓൺലൈൻ വ്യത്യസ്തമാക്കുന്ന എന്താണ്, ഇവിടെ നമ്മൾ വിൽക്കുന്നത് ഗ്രോസറി ഐറ്റംസ് ആണ്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലൂടെ വളരെ നല്ല രീതിയിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ നമുക്ക് വളരെയധികം വിലക്കുറവിൽ ലഭിക്കുകയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബ്രാൻഡ് പോലും മാറാതെ നമ്മൾ കഴിഞ്ഞ മാസം വരെ നമ്മൾ പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. എന്നാൽ അതേ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും, അതും വളരെ വിലക്കുറവിൽ. നമുക്ക് നോർമൽ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ ബ്രാൻഡ്, ഒരു ബ്രാൻഡ് പോലും മാറാതെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കഴിയുന്നു, അതും വളരെ വിലക്കുറവിൽ. അടുത്തൊരു പ്രത്യേകത, ഇവിടെ സിസ്റ്റം ക്യാഷ് ഓൺ ഡെലിവറി ആണ്. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓർഡർ കൊടുത്താൽ നമുക്ക് വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുതരുന്നു, നമ്മൾ കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യം പോലും ഇല്ല. അങ്ങനെ ആണെങ്കിൽ ഇത്രയും വളരെ നല്ല സിമ്പിൾ ആയ ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുറമേ തന്നെ നമുക്ക് ഇവിടെ വരുമാനവും ഏൺ ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഇതിലൂടെ തന്നെ ഈ ബിസിനസ് അവസരം നമ്മൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ, നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിലൂടെ വളരെ നല്ല രീതിയിൽ ഏറ്റവും മിനിമം ഓരോ ദിവസവും 200 രൂപ മുതൽ 15,000 രൂപ വരെ സമ്പാദിക്കാനുള്ള ഒരു അവസരം കൂടെയാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ട് വരുമാനം നേടാമെന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പറയട്ടെ, നോർമലായിട്ട് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ കാണുമ്പോൾ നമ്മൾ പ്രസന്റേഷൻ ചെയ്യുന്ന വ്യക്തിയുടെ പുറകിൽ ഒരു ബോർഡ് ഉണ്ട്. എന്നാൽ ഇന്ന് ആ ബോർഡ് കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ഒരു മാറ്റം വരുത്തുകയാണ്. നമ്മൾ വെർച്വൽ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് പ്ലാൻ പ്രസന്റേഷൻ നടത്താൻ പോവുകയാണ്. പരിമിതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ക്ഷമിക്കുക. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ആ ഒരു പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഹലോ, എൻ്റെ കാണാമെന്ന് കരുതുന്നു. ഷബീബ് സാർ, വൈറ്റ് ബോർഡ് ക്ലിയർ അല്ലേ? ഷബീബ് സാർ, ഹലോ. യെസ് സാർ, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. നമുക്കിവിടെ പല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാനുള്ള ഒരു അവസരം കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. ഒരു വ്യക്തി ഇതിലൂടെ ഈ വെബ്സൈറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പല രീതിയിലാണ് കമ്പനി നമുക്ക് വരുമാനം ഓഫർ ചെയ്യുന്നത്. നമുക്കിതിലൂടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫസ്റ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് റീപർച്ചേസ് ഇൻകം എന്നുള്ളത്. ഒരു വ്യക്തിക്ക് ഇവിടെ ഏറ്റവും കുറഞ്ഞ റേറ്റ് ആയ 800 രൂപ കൊടുത്തുകൊണ്ട് തന്നെ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ കഴിയും. നമുക്കിവിടെ 2 അവസരമുണ്ട്. ഒന്നാമത്തത് ഫ്രീ ജോയിനിങ് ആണ്, രണ്ടാമത്തത് ഒരു പ്രിവിലേജ് കസ്റ്റമർ ആയിക്കൊണ്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഫ്രീ ജോയിനിങ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പനി ഒരു വ്യക്തിക്ക്
ഒരു സ്പോൺസർ മുഖാന്തരം നമുക്ക് ₹1 പോലും മുടക്കാതെ തന്നെ ഫ്രീ ആയിട്ടും ഈ വെബ്സൈറ്റിലേക്ക് ജോയിൻ ചെയ്യാം. എന്നാൽ ഫ്രീ ജോയിനിങ് എടുത്ത വ്യക്തികൾക്ക് അവർക്ക് വരുമാനം ഏൺ ചെയ്യാനുള്ള അവസരം എങ്കിലും ആ വ്യക്തികൾക്ക് വളരെ നല്ല രീതിയിൽ ഇതിലൂടെ നമുക്ക് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലൂടെ സാധനങ്ങൾ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതിലൂടെ അവർക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ സാധനങ്ങൾ കിട്ടുന്നു എന്ന വലിയ പ്രത്യേകത ഉള്ളത്. ഇവിടെ ഒരു വ്യക്തി, ഞാൻ പറഞ്ഞു, ഒരു വ്യക്തിക്ക് ഫ്രീ ആയും ജോയിൻ ചെയ്യാം അതിലൂടെ തന്നെ. എന്നാൽ ഫ്രീ ഐ ഡി എടുത്ത വ്യക്തിക്ക് തന്നെ അതിനുശേഷം ആ ഐ ഡി ഏറ്റവും കുറഞ്ഞത് ₹800 കൊടുത്തുകൊണ്ട് 750 പ്ലസ് ₹50 ഡെലിവറി ചാർജ് കൊടുത്തുകൊണ്ട് ₹800 ഏറ്റവും കുറഞ്ഞ റേറ്റ് മുടക്കിക്കൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് തന്നെ ഒറ്റത്തവണ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് ആയിട്ട് ആ ഐ ഡി കൺവേർട്ട് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ് ഒരു വ്യക്തിക്ക് ഫ്രീ ആയും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി ഒരു ഐ ഡി ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം അതിനുശേഷം അദ്ദേഹത്തിന്റെ അനേകം വ്യക്തികൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവർ ഫ്രീ ഐ ഡി എടുത്ത വ്യക്തികളാണെങ്കിൽ പോലും ഫ്രീ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തികൾ, നമ്മൾ റെഫറൽ ചെയ്ത വ്യക്തികൾ സാധനങ്ങൾ വാങ്ങിച്ചാൽ തീർച്ചയായും നമുക്ക് കമ്പനി കമ്മീഷൻ തന്നിരിക്കുക. വളരെ നല്ല രീതിയിലുള്ള ഒരു ഇൻകം ആയിട്ട് മാറാനുള്ള കാര്യമാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് കാറ്റഗറി എന്നുള്ളത് റീപർച്ചേസ് ഇൻകം ആണ്. കമ്പനി നമുക്ക് തരുന്ന ഒരു വ്യക്തി ഈ വെബ്സൈറ്റിൽ ജോയിൻ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും നേട്ടമാണ് റീപർച്ചേസ് ഇൻകം എന്നുള്ളത്. ഇവിടെ ഞാൻ പറയുന്ന കാര്യം, ഒരു വ്യക്തി മിനിമം ₹800 കൊടുത്തുകൊണ്ട് ഒറ്റത്തവണ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രിവിലേജ് കസ്റ്റമർ ആകുന്നു. അതിനുശേഷം ചെയ്യുന്നത് റീപർച്ചേസ് ഇൻകത്തിലൂടെ അദ്ദേഹത്തിന് കിട്ടാനായിട്ട് ചെയ്യുന്ന കാര്യം, നമുക്ക് കിട്ടിയ അവസരം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു, നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു. ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം അദ്ദേഹം 10 പേരോട് റെക്കമെൻഡ് ചെയ്യാണ്. ഈ റീപർച്ചേസ് ഇൻകം ഈ ഓൺലൈൻ വെബ്സൈറ്റിനെ കുറിച്ച് ഇതിലൂടെ വളരെ നല്ല രീതിയിൽ ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് റേറ്റിനേക്കാളും വളരെ കുറഞ്ഞ സാധനങ്ങൾ ലഭിക്കുന്നു. ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റമാണ്. അങ്ങനെ നല്ല രീതിയിൽ സാധനങ്ങൾ വിലക്കുറവിൽ വാങ്ങിക്കാമെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ഈ വെബ്സൈറ്റിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ജോയിൻ ചെയ്യുന്ന അവർ ഫ്രീ ഐ ഡി ആണ്. നമ്മൾ 10 പേരെ, ഏറ്റവും കുറഞ്ഞത് ഒരു വ്യക്തി 10 പേരെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ, അവർ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്നുള്ളത്, നമ്മൾ ഒരു മിനിമം എടുക്കുകയാണ്. ഒരു വ്യക്തി ഒരു വീട്ടിലേക്ക് മിനിമം ഒരു 5000 സാധനങ്ങൾ വാങ്ങിക്കുന്നു കരുതാം. ഓക്കെ, നമുക്കറിയാം നോർമൽ ആയിട്ട് നമ്മുടെ വീട്ടിലേക്കൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അരി, പഞ്ചസാര, പരിപ്പ്, പയറ്, കോൾഗേറ്റ് പേസ്റ്റ് തുടങ്ങി നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ നിറപറ ഉൽപ്പന്നങ്ങൾ, ഈസ്റ്റേൺ കറി പൗഡർ തുടങ്ങിയിട്ടുള്ള എല്ലാ ബ്രാൻഡേയും പ്രൊഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും ഈ ഉൽപ്പന്നങ്ങളൊക്കെ വീട്ടിലേക്ക് സ്ഥിരമായി വാങ്ങുന്നവരാണ്. ഒരു മിനിമം ഞാൻ കണക്ക് കൂട്ടുന്നത്, ഒരു ആവറേജ് ഒരു വീട്ടിലേക്ക് ഒരു വ്യക്തി ₹5000 ഒരു മാസം സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ₹5000 വെച്ച് കണക്ക് കൂട്ടുകയാണ്. അപ്പോൾ ഒരു വ്യക്തി ജോയിൻ ചെയ്തു, അതിനുശേഷം അദ്ദേഹം 10 പേരോട് ഈ ബിസിനസ് അവസരം റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ 10 പേര് ഫ്രീ ഐ ഡി എടുത്തോ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടോ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം, ഒരു വ്യക്തി ₹5000 മിനിമം ₹5000 സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ ക്രിയേറ്റ് ആവുന്നത് 300 ബിസിനസ് വോളിയം ആണ്. ഇവിടെ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഒരു BV എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് അത് ₹1, അതിന്റെ വാല്യൂ ₹1. അപ്പോൾ നമുക്കറിയാം ഇവിടെ നോർമൽ ആയിട്ടൊരു വ്യക്തി ഒരു ആവറേജ് ഒരു ₹5000 ഓക്കെ, ₹5000 സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു 300 BV ക്രിയേറ്റ് ആവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു BV എന്ന് പറഞ്ഞ കമ്പനിക്ക് അത് ₹1 വാല്യൂ. അപ്പോൾ 300 എന്നുള്ളത് ₹300 മാറുന്നു. ഇവിടെ 10 പേരുണ്ട്, നമ്മൾ ഇവിടെ 10 പേരെ റെക്കമെൻഡ് ചെയ്തു. അതിനുശേഷം ഈ ഓരോ വ്യക്തികളും അവരെ 10 പേരെ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയായിരിക്കാം എന്ന് നമുക്കൊന്ന് കണക്ക് കൂട്ടാം. ഇവിടെ ഞാൻ പറഞ്ഞു 10 പേരെ ഒരു വ്യക്തി അദ്ദേഹം റെക്കമെൻഡ് ചെയ്തു. അപ്പൊ അതിനുശേഷം നമുക്കിവിടെ കിട്ടുന്നത് 18 ലെവലിലാണ്. ഇവിടെ റീപർച്ചേസ് ഇൻകം എന്നുള്ളത് 18 ലെവലിലാണ് കമ്പനി നൽകുന്നത്. ഇവിടെ ഞാൻ ഓരോ ലെവലായിട്ട് ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് ലെവൽ എന്നുള്ളത് ഇവിടെ ടോട്ടൽ വരുന്ന ബിസിനസ് പറഞ്ഞു ഒരു വ്യക്തി, ഞാൻ കണക്ക് കൂട്ടുന്നത് പർച്ചേസ് ചെയ്യുന്നത് ആവറേജ് ഒരു ₹5000. അപ്പോൾ ₹5000 സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ ക്രിയേറ്റ് ആവുന്നത് ഏകദേശം 300 BV ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ₹300 അത്. അതിന്റെ 50% ഫസ്റ്റ് ലെവൽ നമ്മുടെ കമ്മീഷനാണ്.
ഞാൻ എന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ 800 രൂപ മുടക്കി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ 10 പേരെ ഈ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചു ചെയ്തു. അപ്പോൾ 10 പേര് എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. ഈ 10 പേര് അവര് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നു. ആവറേജ് ഒരു 5000 രൂപയ്ക്ക് സാധനം വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 300 BOയുടെ ക്രിയേറ്റ് ആയി. അപ്പോൾ 300 രൂപയാണ് അതിന്റെ ഫസ്റ്റ് ലെവലിലുള്ള വരുമാനം കിട്ടുന്നത്. അവിടെ ഫസ്റ്റ് ലെവലിൽ കമ്പനി നൽകുന്നത് 50% ആണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10 പേരുണ്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് ലെവലിലെ 300 രൂപ, ഓക്കെ, 300 BB, അത് 300 രൂപയാണ്. 300 രൂപയുടെ 50% എന്ന് പറയുന്നത് 150 രൂപയാണ്. അപ്പോൾ ഇവിടെ എന്റെ ഫസ്റ്റ് ലെവലിൽ 10 പേരുണ്ട്, 10 മെമ്പേഴ്സ് ഉണ്ട്. 10 × 150. ആ സമയത്തെ എന്റെ കമ്മീഷൻ 1500 രൂപയാണ്. ആദ്യത്തെ ലെവലിൽ എനിക്ക് ലഭിക്കുന്നത് 1500. എന്റെ റെഫറലിൽ വന്നിട്ടുള്ള മെമ്പേഴ്സ് അവരുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചപ്പോൾ കിട്ടുന്ന കമ്മീഷനാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അടുത്തത് രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് സെക്കൻഡ് ലെവലിൽ കമ്പനി നൽകുന്ന കമ്മീഷൻ 15% ആണ്. ഫസ്റ്റ് ലെവലിൽ നമ്മുടെ ഡയറക്റ്റ് റെഫറൽ, ആ ഡയറക്റ്റ് റെഫറൽ നമ്മൾ 10 പേരെ കൊണ്ടുവന്നു. അപ്പോൾ കമ്പനി നൽകുന്നത് 50% ആണ്. രണ്ടാമത്തെ ലെവലിൽ സെക്കൻഡ് ലെവലിലേക്ക് കമ്പനി നൽകുന്നത് 15% ആണ്. ഇവിടെ നമുക്കറിയാം ഞാൻ കൊണ്ടുവന്ന 10 പേരുണ്ട്, അവരാണ് മറ്റുള്ളവരെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ കണക്ക് കൂട്ടുന്നത് ഓരോ വ്യക്തികളും മിനിമം 10 പേരെ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് ലെവലിൽ എനിക്ക് കിട്ടുന്ന വരുമാനം എത്രയായിരിക്കും? ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് വ്യക്തിക്ക് കിട്ടുന്ന വരുമാനം എത്രയായിരിക്കും? ഇവിടെ നമുക്കറിയാം 10 പേരാണ് ഞാൻ കൊണ്ടുവന്നത്. ആ 10 പേര് റെഫർ ചെയ്തപ്പോൾ അവിടെ 100 പേരായി. 100 പേരുണ്ട്. 100 പേർക്ക് ആ 300 രൂപയുടെ 15% എന്ന് പറയുന്നത് 5 രൂപയാണ്. അപ്പോൾ 100 × 45, ആ സമയത്ത് എന്റെ കമ്മീഷൻ എന്നുള്ളത് 4500 രൂപയാണ്. ഓക്കെ, ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. അടുത്ത ലെവലിൽ നമുക്കറിയാം തേർഡ് ലെവൽ എന്ന് പറയുമ്പോൾ ഇവിടെ കമ്പനി നൽകുന്നത് 10% നമുക്ക് നൽകുന്നു. അപ്പോൾ ഈ ലെവലിൽ എത്ര പേരുണ്ട്? നേരത്തെ 100 പേരുണ്ട്. ആ 100 പേര് 10 പേര് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അവിടെ 1000 മെമ്പേഴ്സ് ആയി മാറുന്നു. 1000 × 30, 30000 രൂപയായിട്ട് എന്റെ വർദ്ധിക്കുന്നു. അടുത്തത് നമ്മുടെ നാലാമത്തെ ലെവലാണ്. ഫോർത്ത് ലെവലിൽ കമ്പനി നൽകുന്നത് 5% മാത്രമാണ്. പക്ഷേ ഇവിടെ മെമ്പേഴ്സിന്റെ എണ്ണം പിന്നെയും വർദ്ധിച്ചു. 1000 എന്നുള്ളത് 10 പേരെ റെക്കമെൻഡ് ചെയ്തപ്പോൾ അത് 10000 മെമ്പേഴ്സ് ആയി. 10000 നമുക്ക് 5%, 300 രൂപയുടെ 5% എന്ന് പറയുന്നത് 15 രൂപയാണ്. ആ 15 രൂപ കണക്ക് കൂട്ടുമ്പോൾ 10000 × 15 1.5 ലക്ഷം രൂപയായി മാറുന്നു. 1,50,000 രൂപയായിട്ട് എന്റെ ഇൻകം വർദ്ധിക്കുന്നു. അപ്പോൾ അടുത്ത ലെവലിൽ ഞാൻ പറയുമ്പോൾ ഫിഫ്ത്ത് ലെവലാണ്. ഇവിടെ കമ്പനി നൽകുന്നത് 2.5, 2.5%. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ട്? 10000 എന്നുള്ളത് 1 ലക്ഷം മെമ്പേഴ്സ് ആയി മാറുന്നു. 1 ലക്ഷം മെമ്പേഴ്സ് ഇവിടെ 2.5, 300 രൂപയുടെ 2.5% എന്ന് പറയുന്നത് 7.5 രൂപയാണ്. 7 രൂപ 50 പൈസ. അപ്പോൾ നമ്മുടെ ഇൻകം, ആ വ്യക്തിയുടെ ഇൻകം ഇവിടെ 7.5 ലക്ഷം രൂപയായി മാറുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വെറും 5 സ്റ്റെപ്പ് മാത്രമാണ്. 5 ലെവലിൽ എത്തിയപ്പോൾ തന്നെ ഈ വരുമാനം 7.5 ലക്ഷം രൂപയായി മാറി. അപ്പോൾ ഇവിടെ കമ്പനി നമുക്ക് വരുമാനം നൽകുന്നത് 18 ലെവലുകളിലാണ്. അപ്പോൾ നമുക്കറിയാം ഞാൻ ഈ സ്റ്റെപ്പ് തുടർന്ന് പോവുകയാണെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? നമുക്ക് ഒരു എത്തും പിടുത്തവും കിട്ടാത്ത രീതിയിലേക്ക് മുകളിലേക്ക് പോവുകയാണ്. തന്നെ ഞാൻ ഈ സ്റ്റെപ്പ് ഇവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. കാരണം ഇവിടെ വളരെ ശക്തമായ രീതിയിൽ നമുക്ക് റീപർച്ചേസ് ഇൻകത്തിലൂടെ മാത്രം വളരെ ശക്തമായി ബിസിനസ് ചെയ്തുകൊണ്ട് തന്നെ ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു 5 സ്റ്റെപ്പിൽ കൂടെ തന്നെ ഞാൻ ഇവിടെ കാണിച്ചു തന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ ഇതിന്റെ ഞാൻ പറഞ്ഞു ഇനിയുള്ളത് മൊത്തം 18 ലെവലുണ്ട്. അപ്പോൾ ഞാൻ 5 സ്റ്റെപ്പ് എത്തിയപ്പോൾ തന്നെ ഇത്രയും രൂപയായെങ്കിൽ ബാക്കിയുള്ള ലെവലുകൾ നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ വളരെ നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഏൺ ചെയ്യാനായിട്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതാണ് ഞാൻ പറഞ്ഞ റീപർച്ചേസ് ഇൻകം എന്നുള്ളത്. നമുക്ക് അടുത്ത ലെവലിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് അടുത്ത ലെവലിൽ അടുത്ത രണ്ടാമത്തെ രീതിയിലുള്ള വരുമാനം നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാം എന്ന് ഇവിടെയാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യമുള്ളത്. നമ്മൾ ഫസ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നു. ഫസ്റ്റ് പർച്ചേസ് ഇൻകം ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പർച്ചേസ് ഇൻകത്തിൽ എങ്ങനെയാണ് നമുക്ക് വരുമാനം ഏൺ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ എൻ്റെ ഐഡിയ ആണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു ഐഡിയ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഫ്രീ ആയും ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്നുള്ളത് മിനിമം ഒരു 800 രൂപയുടെ ഒറ്റത്തവണത്തെ പർച്ചേസ് നടത്തിക്കൊണ്ട് ഒരു ഉൽപ്പന്നം കൊണ്ട് നമുക്ക് ഇവിടെ ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും. അപ്പോൾ ആ വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വ്യക്തി
ഫ്രീ ഐ ഡി എടുത്തുകൊണ്ട് വന്ന വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിക്കും ഒരു ഐഡിയും പാസ്വേഡും കിട്ടുന്നുണ്ട്. എന്നാൽ അതേ വ്യക്തി കുറഞ്ഞ റേറ്റ് ആയ 800 രൂപ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഐ ഡി, ഫ്രീ ഐ ഡി തന്നെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എങ്ങനെ ആയിക്കോട്ടെ, ഒരു ഐ ഡി ആക്ടിവേറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ഐ ഡിയും പാസ്വേഡും കിട്ടുന്നു. അദ്ദേഹത്തിന് ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന എന്റെ പ്രൊഫൈലാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഐ ഡി അവിടെ ഓപ്പൺ ആയി. ഇവിടെ എന്നെ സംബന്ധിച്ച് ലെഫ്റ്റ് എന്നും റൈറ്റ് എന്നുമുള്ള ഉണ്ട്. ഓക്കെ, എന്നെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ സിസ്റ്റം ബൈനറി ആണ്. ഒരു വ്യക്തിക്ക് ഒരു ഐ ഡി ഓപ്പൺ ആയാൽ ആ ഐ ഡിക്ക് ലെഫ്റ്റും റൈറ്റുമായിട്ട് 2 ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഐ ഡി ഇവിടെ ഡിവൈഡ് ചെയ്തു. ഇവിടെ സംഭവിക്കുന്ന കാര്യം, എനിക്ക് അവസരം എൻ്റെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യാം. നമുക്കറിയാം, നോർമൽ ആയിട്ട് നമ്മളൊരു ഉൽപ്പന്നം വാങ്ങുന്നു, ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ ഒരു ഷർട്ട്, ഓക്കെ, അല്ലെങ്കിൽ എന്തായാലും ഒരു ഉൽപ്പന്നം പുറത്തുനിന്ന് വാങ്ങിച്ചു. നമ്മൾ തീർച്ചയായും അത് ഉപയോഗിച്ചതിന് ശേഷം തീർച്ചയായും നമ്മുടെ കൂട്ടുകാർ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചുപയോഗിച്ച ആ ഉൽപ്പന്നം നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്തപ്പോൾ അവിടെ ലാഭം കിട്ടിയത് കമ്പനിക്ക് മാത്രമാണ്. കാരണം നമ്മൾ റെക്കമെൻഡ് ചെയ്തപ്പോൾ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ അവര് നമ്മൾ വാങ്ങിച്ച അതേ ആ ഉൽപ്പന്നം അതേ കമ്പനിയിൽ നിന്ന് വാങ്ങുന്നു. അപ്പോൾ ലാഭം കിട്ടിയത് ആ കമ്പനിക്ക് മാത്രമാണ്. എന്നാൽ റെക്കമെൻഡ് ചെയ്ത എനിക്ക് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ എന്നാൽ ഇവിടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലൂടെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് വരുമാനം കമ്പനി നൽകിയിരിക്കും. ഓക്കെ, അപ്പോൾ കമ്പനിയെ കുറിച്ച് ഞാൻ ചെറിയൊരു 2-3 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് തീരെ കുറഞ്ഞു പോകും. കാരണം കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ 2016 കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. തൃശ്ശൂർ ആസ്ഥാനമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ 2016 സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം 2018 കൂടി വെയർ ഹൗസുകൾ സ്റ്റാർട്ടായി. ആദ്യം താലൂക്ക് അടിസ്ഥാനത്തിൽ, അതിനുശേഷം പിൻകോഡ് അടിസ്ഥാനത്തിലേക്ക് കമ്പനി വെയർ ഹൗസുകൾ കൊണ്ടുവരികയാണ്. ഇപ്പോൾ നിലവിൽ ഏകദേശം 65-ന് മുകളിൽ സ്റ്റോറുകളുമായി പല ഡിസ്ട്രിക്റ്റുകളിലുമായി കമ്പനി വളരെ ഫാസ്റ്റ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്റ്റോറിൽ നിന്ന് ജസ്റ്റ് ഓർഡർ കൊടുത്താൽ മതി, നമ്മുടെ വീട്ടിലേക്ക് സാധനം കൊണ്ടുതരുന്ന രീതിയിലേക്ക് മാറുകയാണ് ഫാസ്റ്റ് ആയിട്ട്. ഇനി തന്നെ വരുന്ന ഒരു 2 മാസത്തിനകത്ത് തന്നെ ഏകദേശം 150-ന് മുകളിൽ സ്റ്റോറുകൾ ഓപ്പൺ ആകാൻ പോവുകയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്നുള്ളത്. നമുക്കറിയാം, ലോക്ക്ഡൌൺ സമയത്ത് പല കമ്പനികളും ഡൗൺ ആയി പോയ സമയത്ത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി വളരെ ഫാസ്റ്റ് ആയിട്ട് കുത്തനെ കുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം നമുക്കറിയാം, ഈ സമയത്തൊക്കെ നമ്മൾ ആകെ ഒരു പ്രതിസന്ധി അല്ലേ, നമുക്കറിയാം ലോക്ക്ഡൌൺ ഒക്കെയാണ്, COVID-19 ഒക്കെ ആയിട്ട് കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ നമുക്കറിയാം എല്ലാവർക്കും വരുമാനം ആവശ്യമുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്ന വരുമാനം എപ്പോഴും സാലറി ആണ് തന്നെ പകുതി കിട്ടുന്നു, പലർക്കും ശമ്പളം ഇല്ല. അങ്ങനെ വളരെയധികം പലർക്കും ജോലി നഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് ഈ ഒരു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി വളരെ അനുഗ്രഹമായി തീരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്റ്റോറുകൾ വളരെയധികം വർദ്ധിക്കുക എല്ലായിടത്തും. ഓക്കെ, നമ്മുടെ പിൻകോഡ് ബേസ്ഡ് ആയപ്പോൾ ഓരോ പിൻകോഡിലും കമ്പനി പുതിയ വെയർ ഹൗസുകൾ കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. അതുപോലെ തന്നെ കമ്പനി വളരെ പ്ലാനിങ്ങോടെ മുമ്പോട്ട് പോവുകയാണ്. കമ്പനി ഓരോ കാര്യങ്ങളും എടുത്തു പറയേണ്ട കാര്യമാണ്. ഓരോരോ കാര്യങ്ങളും കമ്പനി പ്രോമിസ് ചെയ്തിട്ടുണ്ടോ അത് തീർച്ചയായും നടപ്പിൽ വരുത്തിയ ഒരു കമ്പനിയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും. വളരെ നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന കമ്പനിയാണ്. നമ്മുടെ പുതുതായിട്ടുള്ള പ്ലാൻ നോക്കുകയാണെങ്കിൽ തന്നെ നോർമൽ ആയിട്ട് ഇപ്പോൾ ഗ്രോസറി ഐറ്റംസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഫ്യൂച്ചറിൽ വളരെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ടെക്സ്റ്റൈൽ മേഖലയിലേക്കും നമ്മുടെ കമ്പനി കാൽ വെക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ പുതിയ ആപ്ലിക്കേഷൻ ഒക്കെയും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു വളരെ ഫാസ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്, കമ്പനി ചാരിറ്റി മേഖലയിലേക്കും കടന്നു വളരെ ഫാസ്റ്റ് ആയിട്ട്, വളരെ മുമ്പിലേക്ക് ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കമ്പനി കുതിക്കുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു പിന്നെയും കടന്നു വരികയാണ്, നമ്മുടെ പ്ലാനിലേക്ക് വരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കിട്ടിയ അവസരം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു. ഞാനിവിടെ പരിചയപ്പെടുന്നത് A എന്നും B എന്നും ഉള്ള 2 വ്യക്തികളെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ അവസരം ഇത്രയും വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങിക്കാം. അതുപോലെ തന്നെ മിനിമം ഓരോ ദിവസവും 200 രൂപ മുതൽ 15,000 രൂപ വരെ സമ്പാദിക്കാമെന്നുള്ള ഒരു അവസരവും കിട്ടുന്നു. ഈ ഒരു അവസരം ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. അതിൽ നിന്ന് എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന 2 പേർ
ഓക്കെ, എൻ്റെ കൂടെ ആദ്യമായിട്ട് കടന്നു വരുന്ന 2 പേര് എ എന്നും ബി എന്നും ഉള്ള വ്യക്തികളുണ്ട്. അപ്പോൾ എ എന്ന വ്യക്തിയെ ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പ്ലേസ് ചെയ്യുന്നു, അതുപോലെ തന്നെ റൈറ്റിലേക്ക് ഞാൻ ബി എന്ന വ്യക്തിയെയും പ്ലേസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ കാര്യം നമുക്കറിയാം ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൊഡക്റ്റ് ഫസ്റ്റ് പർച്ചേസ് എന്നുള്ള കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകളിൽ നിന്ന് ഒരു ഉൽപ്പന്നം വാങ്ങിച്ചുകൊണ്ടാണ് ഓരോ വ്യക്തിയും ഇവിടെ കടന്നു വരുന്നത്. ഓക്കെ, നമുക്കറിയാം 800 മുതൽ ഏകദേശം 2000 രൂപ വരെയുള്ള പ്രൊഡക്ട്സ് ഫസ്റ്റ് പർച്ചേസ് കാറ്റഗറിയിലുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, കോഫി, 16 mAh പവർ ബാങ്കുകൾ, ലേഡീസ് ബാഗുകൾ, വെൽനസ് പ്രൊഡക്ട്സ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പ്രൊഡക്റ്റുകളുടെ ഏകദേശം ഒരു 50-ന് മുകളിൽ പ്രൊഡക്ട്സ് തന്നെ നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് കാറ്റഗറിയിലുണ്ട്. അതിൽ നിന്ന് ഓരോ പ്രൊഡക്റ്റും ഓരോ വ്യത്യസ്തമായ റേറ്റ് ആണുള്ളത്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റും നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കൂടെ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഓരോ വ്യക്തികൾ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഒരു വ്യക്തി ജോയിൻ ചെയ്യുമ്പോൾ മിനിമം 800 രൂപയ്ക്ക് ചെയ്യുന്നു. അപ്പോൾ 2 പേർ എൻ്റെ കൂടെ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ മുഖാന്തരം വെബ്സൈറ്റിലേക്ക് 2 പേര് ജോയിൻ ചെയ്തു. മിനിമം 800 + 800 1600 രൂപയ്ക്ക് അവർ സാധനങ്ങൾ വാങ്ങിച്ചു. ആ ഒരു കച്ചവടത്തിന്റെ കമ്മീഷൻ എനിക്ക് കിട്ടണമല്ലോ. കമ്പനി നമുക്ക് കമ്മീഷൻ കൃത്യമായിട്ട് നൽകുന്നു. അതിങ്ങനെയാണ്: ഒരു ജോഡി, ഒരു പെയറിനുള്ള കമ്മീഷൻ 200 രൂപയാണ്. ഞാൻ പറഞ്ഞു 2 പേര് വാങ്ങിച്ചപ്പോൾ 800 + 800 1600 രൂപയായി. അതിനുള്ള പെയർ ഒരു ജോഡി, ഒരു വ്യക്തി ലെഫ്റ്റും ഒരു വ്യക്തി റൈറ്റും വരുമ്പോൾ ഒരു ജോഡി മാച്ച് ആവുന്നു. ആ ഒരു ജോഡിക്കുള്ള കമ്മീഷനായിട്ട് എനിക്ക് കിട്ടുന്നത് 200 രൂപയാണ്. ഓരോ വ്യക്തിയും ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ജോഡി ലെഫ്റ്റും റൈറ്റുമായിട്ട് ജോഡി മാച്ച് ആയാൽ തീർച്ചയായും ആ വ്യക്തിക്ക് കമ്മീഷൻ കമ്പനി കൊടുത്തിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് വീണ്ടും അവസരങ്ങളുണ്ട്. എൻ്റെ ഡയറക്റ്റ് റെഫറൽ ആയിട്ട് ഞാൻ വേറൊരു വ്യക്തിയെ കൊണ്ടുവരികയാണെങ്കിൽ, ഓക്കെ, എൻ്റെ കൂടെ തന്നെ മൂന്നാമതൊരു വ്യക്തി ജോയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് സി എന്നുള്ള വ്യക്തി, ഓക്കെ, എയും ബി ഞാൻ പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ സി എന്നുള്ള ഒരു വ്യക്തിയും എൻ്റെ ഒരു പരിചയക്കാരനാണ്, എൻ്റെ ഡയറക്റ്റ് റെഫറലാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഞാൻ ഇവിടെ എന്നെ വിശ്വസിച്ച് വന്ന എയോ അല്ലെങ്കിൽ ബിയോ ഉണ്ട്, അവരുടെ താഴേക്ക് കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അവർക്കും മുമ്പോട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? എക്ക് താഴെ കൊടുത്തു. അപ്പോൾ എക്കും എന്നെ പോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ഉണ്ട്. അപ്പോൾ എ എന്ന വ്യക്തി റൈറ്റിലേക്ക് ഡി എന്ന വ്യക്തിയെ കൊണ്ടുവന്നു. അപ്പോൾ എക്ക് ഒരു ജോഡി പൂർത്തിയാകുന്നു. ഓക്കെ, അതുപോലെ തന്നെ ബിക്കും എന്റെ പോലെ തന്നെയുള്ള സെയിം അവസരം, എല്ലാവർക്കും ഒരേ അവസരം. അദ്ദേഹം ഇ എന്നുള്ള വ്യക്തിയെ കൊണ്ടുവന്നു ലെഫ്റ്റിലേക്ക്, എഫ് എന്നുള്ള വ്യക്തിയെ അദ്ദേഹം റൈറ്റിലേക്കും കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എയും ബിയും വന്നപ്പോൾ എൻ്റെ ഒരു ജോഡി പൂർത്തിയായപ്പോൾ എനിക്ക് 800 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ എക്കും ബിക്കും ഒരേ അവസരം. എക്ക് ഒരു ജോഡി പൂർത്തിയായപ്പോൾ എക്ക് കിട്ടുന്നു 200 രൂപ. അതുപോലെ തന്നെ ബി എന്നുള്ള ഐ ഡിക്ക് താഴെയും ഒരു ജോഡി പൂർത്തിയായി. ബി എന്നുള്ള ഐ ഡിക്ക് താഴെയും ഒരു ജോഡി പൂർത്തിയായപ്പോൾ അവിടെ ബിക്ക് കിട്ടുന്നു 200 രൂപ. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന അവസരം എല്ലാവർക്കും ഒരേ അവസരമാണ്. ഇവിടെ എന്റെ കമ്മീഷൻ എത്രയാണ്? എന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എക്ക് താഴെ 2 പേര് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു, റൈറ്റ് സൈഡിലും ബിക്ക് താഴെ 2 പേര് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ ദിവസം ലെഫ്റ്റിൽ 2, റൈറ്റിൽ 2 ആണ്. ഇവിടെ നമുക്ക് വരുമാനം കിട്ടുന്നത് ഓരോ ദിവസമാണ്. ഓക്കെ, ഓരോ ദിവസവും നമുക്ക് വരുമാനം സമ്പാദിക്കുന്ന അവസരമാണ്. ഞാൻ പറഞ്ഞു 200 രൂപ മുതൽ 15,000 രൂപ വരെ സമ്പാദിക്കുന്ന അവസരമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ വ്യക്തികൾക്കും വരുമാനം കിട്ടുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് 5% ടാക്സ് അടച്ചുകൊണ്ടാണ് നമ്മൾ വരുമാനം വാങ്ങുന്നത്. കാരണം ഈ ബിസിനസ് കൃത്യമായി ലീഗൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ, നിയമപരമായതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് അടച്ചുകൊണ്ടാണ് നമ്മൾ വരുമാനം വാങ്ങുന്നത്. നമ്മൾക്കിപ്പോൾ ഒരു 1000 രൂപ വരുമാനം കിട്ടിയിട്ടുണ്ട്, 10% എന്ന് പറയുന്നത് 50 രൂപയാണ്. ആ 50 രൂപ കൃത്യമായിട്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൃത്യമായ ലീഗൽ ബിസിനസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ എൻ്റെ ലെഫ്റ്റ് 2, റൈറ്റ് 2 ആയപ്പോൾ 2 ജോഡി പൂർത്തിയായി. ആ 2 ജോഡികൾ കമ്മീഷനായിട്ട് എനിക്ക് കിട്ടുന്നത് × 200 400 രൂപയാണ്. അപ്പോൾ ഇതേ അവസരം മുമ്പോട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് ലെഫ്റ്റ് ഭാഗത്തൊരു ടീമുണ്ട്, റൈറ്റ് ഭാഗത്ത് മറ്റൊരു ടീമും ഉണ്ട്. അപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഭാഗത്തുള്ള ടീം ഞാനടക്കം, എൻ്റെ ലീഡേഴ്സ് അടക്കം, എന്നെ സ്പോൺസർ ചെയ്ത വ്യക്തികളുണ്ട്, അവരെല്ലാം വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടീമായി വർക്ക് ചെയ്തപ്പോൾ എല്ലാവരും കൂടെ 5 പേരെ കൊണ്ടുവന്നു. 5 പുതിയ ജോയിനിങ്സ് എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. അതേ സമയത്ത് എൻ്റെ റൈറ്റ് സൈഡിൽ വന്നത്
10 പേരാണ്. കാരണം എൻ്റെ റൈറ്റ് സൈഡിൽ വേറെ ടീമുണ്ട്. ആ ഒരു ടീമും ഞാനും എൻ്റെ ലീഡേഴ്സും അടക്കം ഒന്നിച്ച് വർക്ക് ചെയ്യപ്പോൾ എന്നെ സംബന്ധിച്ച് റൈറ്റ് സൈഡിലേക്ക് 10 ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ കമ്പനി നോക്കുന്നത് നമ്മുടെ ഐഡിക്ക് താഴെ എത്ര ജോഡി ആയെന്നാണ്. ആര് കൊണ്ടെന്നുള്ളതല്ല കമ്പനിക്ക് വിഷയം. ഇവിടെ എത്ര ജോഡി, നമ്മുടെ ഐഡിക്ക് താഴെ എത്ര ജോഡി പൂർത്തിയായോ ആ ജോഡികൾക്കുള്ള കമ്മീഷൻ നമുക്ക് കിട്ടും. എന്നെ സംബന്ധിച്ച് ലെഫ്റ്റ് 5 റൈറ്റ് 10 കൃത്യമായി മാച്ചായി അല്ലേ. ലെഫ്റ്റിൽ 5 റൈറ്റിൽ 5 കൃത്യമായി മാച്ചായി. പക്ഷേ റൈറ്റിൽ 10 ഉണ്ട് അല്ലേ. ഓക്കെ, ഇവിടെ കമ്പനി നോക്കുന്നത് ആ ദിവസം ഓരോ ദിവസവും കമ്പനിയുടെ ക്ലോസിംഗ് സമയം രാത്രി 12 മണിയാണ്. അപ്പോൾ 12 മണി വരെയുള്ള സമയത്തിനകത്ത് നമ്മുടെ ഐഡിക്ക് താഴെ എത്ര ജോഡി മാച്ച് ആകുന്നു ആ ഓരോ ജോഡിക്കുള്ള കൃത്യമായ കമ്മീഷൻ നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഇവിടെ കമ്മീഷൻ ഉള്ളത് ലെഫ്റ്റ് 5 റൈറ്റ് 10. അപ്പോൾ 5ഉം കൃത്യമായി മാച്ചായി. എന്റെ കമ്മീഷൻ ഉള്ളത് 5 ജോഡിയുടെ കമ്മീഷൻ ആയിട്ടുള്ള 5 × 200 1000 രൂപയായിരിക്കും എനിക്ക് ആ ദിവസം കമ്പനി കമ്മീഷൻ നൽകുക. അപ്പോൾ ഡൗട്ട് ഉണ്ടാകാം, റൈറ്റിൽ ആണല്ലേ, അപ്പോൾ റൈറ്റിൽ 5 ബാക്കിയുണ്ടല്ലോ. അപ്പോൾ അറിയേണ്ട കാര്യമുള്ളത് നമ്മുടെ ബാക്കിയുള്ള 5 ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. കാരണം എൻ്റെ റൈറ്റിൽ ഇപ്പോൾ 5 ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് എപ്പോഴാണോ ഒരു പുതിയ ജോയിനിങ് വരുന്നത്, അപ്പോൾ 1 വന്നുള്ളതെങ്കിൽ റൈറ്റിൽ 5 ഉള്ളത് കൊണ്ട് കമ്പനി 5ൽ നിന്ന് 1 എടുക്കും. 1 മാച്ചായി ഒരു ജോഡിക്ക് 200 രൂപ നമുക്ക് കമ്മീഷൻ തരുന്നു. അഥവാ ലെഫ്റ്റിലേക്ക് 5 പേരാ വരുന്നതെങ്കിലോ 5 കൃത്യമായി മാച്ചായി 5 ജോഡിക്ക് 5 × 200 1000 രൂപയായിരിക്കും എനിക്ക് ആ ദിവസത്തെ കമ്മീഷനായിട്ട് കിട്ടുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ മുമ്പോട്ട് പോകും. നമ്മുടെ ടീം വർദ്ധിക്കുന്നു, എണ്ണം വർദ്ധിക്കുന്നു, ലെഫ്റ്റും റൈറ്റുമായിട്ട് മെമ്പേഴ്സ് വർദ്ധിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും ജോഡി മാച്ച് ആവുന്നതിനനുസരിച്ച് കമ്മീഷൻ കിട്ടുന്നു. അങ്ങനെ മുമ്പോട്ട് പോയി എൻ്റെ ലെഫ്റ്റ് സൈഡിൽ 25 മെമ്പേഴ്സ്, റൈറ്റിൽ 25. അപ്പോൾ 25 ജോഡി എൻ്റെ ഐഡിക്ക് താഴെ എന്നാണോ 25 ജോഡി പൂർത്തിയാവുന്നത് ആ 25 പൂർത്തിയാവുന്ന ദിവസത്തെ എൻ്റെ കമ്മീഷൻ, ഓരോ വ്യക്തിയുടെയും കമ്മീഷനാണ് 25 × 200 5000 രൂപ എന്നുള്ളത്. പക്ഷേ ഈ 25 ജോഡി എന്നുള്ളത് ഒരു ദിവസത്തെ ലിമിറ്റ് ആണ്. കാരണം നമ്മൾ മുടക്കിയത് വെറും 800 രൂപ. ആ എണ്ണയ്ക്ക് വാങ്ങിച്ച ഒരു ഐഡിയിൽ കൂടെ കമ്പനി നൽകുന്ന പരമാവധി എമൗണ്ട്, ഒരു ദിവസത്തെ എമൗണ്ട് 5000 രൂപയാണ്. എന്ന് പറഞ്ഞാൽ 25 ജോഡിയുടെ എമൗണ്ട് ആയ 5000 രൂപ. ഓക്കെ, എന്നാൽ നമുക്കറിയാം ഇന്ന് 25 ജോഡി പൂർത്തിയായി. എന്നാൽ നാളത്തേക്ക് വരുന്നത് ചിലപ്പോൾ 25 അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വരുന്നത് 26 27 അല്ലെങ്കിൽ 30 ആയിരിക്കാം. ഞാൻ പറഞ്ഞു 25 ജോഡി എന്നുള്ളത് ഒരു ദിവസത്തെ ലിമിറ്റ് ആണ്. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് വരുന്നത് ചിലപ്പോൾ 30 ജോഡിയാണ് എൻ്റെ ഐഡി പൂർത്തിയാവുന്നതെങ്കിൽ എത്ര കിട്ടുള്ളൂ? നാളെയും കൊടുക്കുന്ന എമൗണ്ട് 25 ജോഡിയുടെ എമൗണ്ട് ആയ 5000 തന്നെയായിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു ദിവസത്തെ എമൗണ്ട് ആണ് 5000 എന്നുള്ളത്. അപ്പോൾ ഒരു മാസത്തിൽ നമുക്ക് 30 ദിവസമുണ്ട്. 30 × 5000 1.5 ലക്ഷം രൂപയാണ്. 1.5 lakh 1.5 ലക്ഷം രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരം നമുക്ക് ഇവിടെ കമ്പനി നൽകുന്നു, ഓരോ ഐഡിയയിൽ കൂടെ തന്നെ. എന്നാൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരം കൂടെ നമുക്ക് കമ്പനി നൽകുന്നുണ്ട്. ഇതാണ് ഇവിടെ ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ട്രൈപോഡ് മെത്തേഡ് എന്ന് പറയുന്നു. എന്നാൽ ഞാൻ പറഞ്ഞിരുന്നു സിംഗിൾ ഐഡി എടുക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് ഒരു ഐഡി മാത്രമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഒരു വ്യക്തിക്ക് ഒരു ഐഡിയിൽ കൂടെ കിട്ടുന്ന പരമാവധി എമൗണ്ട് ഒരു ദിവസം 5000 രൂപ അല്ലെ, 5000 രൂപയാണ്. അതൊരു ദിവസത്തെ ലിമിറ്റ് ആണ്. എന്നാൽ നമുക്ക് ഒരു മാസം എന്ന് പറയുമ്പോൾ 30 × 5000 1.5 ലക്ഷം രൂപ വരെയാണ്. അതിന് മുകളിലേക്ക് സമ്പാദിക്കാനുള്ള അവസരമാണ് കമ്പനി നമുക്ക് നൽകുന്നത്. നമുക്ക് ഇവിടെ 4.5 lakh വരെ നമുക്ക് ഒരു മാസം 4.4 ലക്ഷം രൂപ വരെ സമ്പാദിക്കാനുള്ള ഒരു അവസരം നമുക്ക് കമ്പനി നൽകുന്നുണ്ട്. അതെങ്ങനെ നോക്കാം. ഇവിടെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് വരുന്ന ചെലവ് 800 രൂപയാണ്. എന്നാൽ ട്രൈപോഡ് എന്ന് പറയും ഒരാൾക്ക് സ്വന്തം പേരിൽ 3 ഐഡി വരെ എടുക്കാം. അപ്പോൾ ഒരു പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് 3 ഐഡി വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്റ്റാർട്ട്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരാളുടെ പേരിൽ 3 ഐഡി, സ്വന്തം പേരിലാണ് ഒരാളുടെ പേരിൽ തന്നെ 3 ഐഡി. ഇവിടെ ഞാൻ കാണിക്കുന്നത് എ എന്നുള്ള വ്യക്തിയാണ്. അപ്പോൾ A1 A2 A3 എന്ന് പറഞ്ഞാൽ ഒരേ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം പേരിൽ അദ്ദേഹം എടുത്തുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഒരു സിസ്റ്റത്തിന്റെ പേരാണ് ട്രൈപോഡ് മെത്തേഡ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു ഐഡിക്ക് ചെലവ് വരുന്ന ഏറ്റവും കുറഞ്ഞത് 800 രൂപയാണ്. അപ്പോൾ അദ്ദേഹം ചെലവ് ചെയ്യുന്നത് 800 × 3 2000 രൂപയാണ്. ഓക്കെ, നമുക്കറിയാം സിംഗിൾ ഐഡി ആണെങ്കിൽ അദ്ദേഹം മുടക്കുന്നത് വെറും 800 രൂപ മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് ഒരു ഐഡി മാത്രമാണ്. അപ്പോൾ എ എന്നുള്ള ഒരു വ്യക്തി മാത്രം ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നമുക്ക് നോക്കാം. എന്താണ് ഇത്? ഓക്കെ, അപ്പോൾ
ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞത് ട്രൈപോഡ് മെത്തേഡിലാകുമ്പോൾ ഒരു വ്യക്തിക്ക് 3 ID ഉണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് 3 ID ഉണ്ട്. ഫസ്റ്റ് എടുത്തു പറയേണ്ട കാര്യം, ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് 200 രൂപ കമ്മീഷൻ കിട്ടുന്നു. അതെങ്ങനെയാണ്? നമുക്കറിയാം, ഒരു ജോഡി പൂർത്തിയായാൽ കമ്മീഷൻ കിട്ടണമല്ലോ. ഇവിടെ A1ഉം A2ഉം A3യും ഒരാളുടെ പേര് തന്നെയാണ്. അപ്പോൾ A1 എന്നുള്ള ഐഡിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലെഫ്റ്റിൽ A2 ഉണ്ട്, റൈറ്റിൽ A3 ഉണ്ട്. അപ്പോൾ A1നെ സംബന്ധിച്ച് ഒരു ജോഡി പൂർത്തിയായി, ആ ഒരു ജോഡിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നു. അപ്പം അദ്ദേഹം മുടക്കിയ 2400-നകത്ത് തന്നെ 200 രൂപ A1ലേക്ക് തിരിച്ചു കിട്ടുന്നു. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്നുള്ളത് നമുക്കറിയാം, ഇവിടെ A2 ഉണ്ട്, A3 ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്തൊരു പ്രത്യേകത ഉള്ളത്, നമുക്ക് ഇവിടെ A1 എന്നുള്ള മെയിൻ ഐഡിയിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എപ്പോഴും A2ലും A3യിലുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിലും സംഭവിക്കും, ഇവിടെ A2ഉം A3യിലും വർക്ക് ചെയ്ത് A2 A3 വരുമാനം വാങ്ങിക്കുമ്പോൾ അവിടെ കിട്ടുന്നതിന്റെ ഡബിൾ ഇൻകം ആയിരിക്കും എപ്പോഴും A1 എന്നുള്ള സൈറ്റിൽ കിട്ടുക. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്കറിയാം, A2 എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിലേക്ക് ഒരു വ്യക്തിയെയും റൈറ്റിലേക്ക് വേറൊരു വ്യക്തിയെയും രണ്ടാമത്തെ വ്യക്തിയെയും പരിചയപ്പെടുത്തി. അപ്പോൾ A2 എന്നുള്ള ഐഡിക്ക് താഴെ നമ്മൾ 2 പേരെ ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ജോഡി പൂർത്തിയാവുന്നു. അതേ അവസരം റൈറ്റിലും ഉണ്ട്. അപ്പൊ നമുക്കറിയാം, A2 എന്നുള്ള വ്യക്തി ഒരു ജോഡി പൂർത്തിയായപ്പോൾ അദ്ദേഹത്തിന് ഒരു ജോഡിക്ക് കമ്മീഷൻ ആയിട്ട് 200 രൂപ കിട്ടുന്നു. ഓക്കെ, അതേപോലെ റൈറ്റില് A3 എന്നുള്ള ഐഡിക്ക് താഴെയും ലെഫ്റ്റിലേക്ക് ഒരു വ്യക്തിയെയും റൈറ്റിലേക്ക് വേറൊരു വ്യക്തിയെയും പരിചയപ്പെടുത്തുന്നു. അപ്പോൾ 2 പേരെ പരിചയപ്പെടുത്തിയപ്പോൾ A3ക്ക് കിട്ടും 200 രൂപ. കാരണം ശരിയല്ലേ? കാരണം A3ക്കും ഒരു ജോഡി പൂർത്തിയായി, അപ്പോൾ 200 രൂപ അവിടെയും കമ്മീഷൻ കിട്ടുന്നു. അപ്പോൾ നമുക്കറിയാം, ആദ്യം കിട്ടിയ എമൗണ്ട് അല്ലേ, ഇപ്പൊ നമുക്കറിയാം ഇവിടെ A2ൽ 200 കിട്ടി, A3യിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 400 രൂപയായി. എന്നാൽ നമുക്കറിയാം, ഈ സമയത്ത് നോക്കേണ്ട കാര്യം, A1 എന്നുള്ള മെയിൻ ഐഡി നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ A1 എന്നുള്ള ഐഡി കമ്പനിയുടെ സോഫ്റ്റ്വെയർ എല്ലാ ഐഡിയും ചെക്ക് ചെയ്യും. അപ്പോൾ A1 എന്നുള്ള ഐഡി ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് താഴെ എത്രയുണ്ട് എന്ന് പറഞ്ഞാൽ, A1ന്റെ താഴെ ലെഫ്റ്റ് സൈഡിലുണ്ട് പുതിയ 2 ജോയിനിങ്, റൈറ്റ് ഭാഗത്തുണ്ട് അതേപോലെ പുതിയ 2 ജോയിനിങ് എന്ന് പറയുമ്പോൾ 400 രൂപയായിരിക്കും A1 എന്നുള്ള ഐഡിക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ആദ്യം 400 രൂപ പ്ലസ് 400 ടോട്ടൽ 800 രൂപയാണ് നമുക്ക് ഈ ട്രൈപോഡ് മെത്തേഡിൽ നമ്മൾ വെറും 4 പേരെ, ലെഫ്റ്റിൽ 2 റൈറ്റിൽ 2, 4 പേരെ കൊണ്ട് നമുക്ക് കിട്ടിയ എമൗണ്ട്. ഓക്കെ, അതിനു പുറമെ നമുക്കറിയാം 200 രൂപ നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ എങ്ങനെ പോയാൽ നമുക്ക് 800 രൂപ നമുക്ക് ഇതിൽ വരുമാനം കിട്ടുന്നു. അപ്പോൾ അടുത്തത് സിംഗിൾ ഐഡി നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. നമ്മൾ ഈ ചെയ്ത വർക്ക്, ഈ ട്രൈപോഡ് മെത്തേഡിൽ നമ്മൾ ചെയ്തത് 4 പേരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് 800 രൂപയാണ്. ഇതേ സെയിം വർക്ക് നമ്മളൊന്ന് കമ്പയർ ചെയ്യാണ് സിംഗിൾ ഐഡിയിൽ. ഓക്കെ, അപ്പൊ നമ്മൾ സിംഗിൾ ഐഡിയിൽ ഈ 4 പേരെ കൊണ്ടുവരാൻ പോവാണ്. എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് 2 പേരെ പ്ലേസ് ചെയ്യാം. ഒരു വ്യക്തിയെ ലെഫ്റ്റിലേക്കും അതിന് താഴത്തേക്ക് വേറൊരു വ്യക്തിയും പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിലേക്കും 2 പേരെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാരണം ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഐഡി, ഒരു വ്യക്തിക്ക് ഒരു ഐഡിയ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി, ആ വ്യക്തിക്ക് താഴെയാണ് വേറൊരു വ്യക്തിയെയും പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ലെഫ്റ്റ് 2 റൈറ്റ് 2 വർക്ക് രണ്ടും സെയിം ആണ്. ട്രൈപോഡിൽ ചെയ്ത വർക്കും സിംഗിൾ ഐഡി ചെയ്ത വർക്കും ഒന്ന് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷേ രണ്ടിലും പ്ലേസ് ചെയ്ത പൊസിഷൻ മാത്രം മാറ്റം വന്നല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം, വ്യക്തിക്ക് സിംഗിൾ ഐഡി ചെയ്യുമ്പോൾ, ഇതേ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ലെഫ്റ്റ് 2 റൈറ്റ് 2 ജോഡി പൂർത്തിയായി. 2 ജോഡിക്ക് 2 × 200 400 രൂപ മാത്രമാണ് അദ്ദേഹത്തിന് കമ്മീഷൻ കിട്ടുക. ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. കാര്യം നമ്മൾ ട്രൈപോഡിൽ ചെയ്യുന്ന ഓരോ വർക്കും, ഓക്കെ, നമുക്കറിയാം സിംഗിൾ ഐഡി ചെയ്യുന്ന വർക്ക് ആണെങ്കിൽ സിംഗിൾ ഐഡിയിൽ കിട്ടുന്ന ഓരോ ജോഡിക്കും കിട്ടുന്ന കമ്മീഷൻ ഉണ്ട്. അതേ വർക്ക് ട്രൈപോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഡബിൾ ഇൻകം. ഇതേ സെയിം വർക്ക് നമ്മൾ ചെയ്തപ്പോൾ സിംഗിൾ ഐഡി കിട്ടിയത് വെറും 400 രൂപ, എന്നാൽ ട്രൈപോഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് 800 രൂപയാണ്. ഇതാണ് ഇതിന്റെ ഡിഫറൻസ് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ അടുത്ത ഒരു മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അറിയേണ്ട കാര്യമുണ്ട്. നമുക്ക് ഈ ഒരു അവസരം, ഞാൻ പറഞ്ഞ ഈ ട്രൈപോഡ് എന്നുള്ള അവസരം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഉള്ളൂ. സോറി, ട്രൈപോഡ് എന്നുള്ള ഈ ഒരു അവസരം സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഉള്ളൂ. കാരണം ഒരു വ്യക്തി 200 മുടക്കിയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ വ്യക്തികളെ പ്ലേസസ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നീട് ട്രൈപോഡിലേക്ക് മാറാൻ സാധിക്കില്ല എന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. കാരണം ഒരു വ്യക്തി 800 മുടക്കി സ്റ്റാർട്ട് ചെയ്തു, അദ്ദേഹം ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വേറെ വ്യക്തിയെ 2 പേരെ കൊണ്ടുവന്നു, അതിനുശേഷം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ട്രൈപോഡിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് 3 ഐഡി ഉണ്ട്. അപ്പോൾ
ഐഡിയിൽ കൂടെയും അദ്ദേഹത്തിന് 5000 എന്നുള്ള എമൗണ്ട് വാങ്ങിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിരുന്നു 5000 എന്നുള്ളത് ഒരു ഐഡിയിൽ കൂടെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ദിവസത്തെ ലിമിറ്റ് ആണ്. അപ്പോൾ 3 ഐഡി ഉള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് 3 ഐഡി ഉണ്ട്, അത് 3-ൽ കൂടെയും 5000 രൂപ എന്നുള്ള എമൗണ്ട് വാങ്ങിക്കാം. അപ്പോൾ ആ എമൗണ്ട് ഒരു ദിവസം തന്നെ അത് 15000 രൂപയായി മാറുന്നു. ഒരു മാസത്തിൽ അത് 1.5 ലാക്ക് എന്നുള്ള എമൗണ്ട് മാറിയിട്ടത് 4.5 ലാക്ക് ആയി മാറുന്നു. അപ്പം ഈ ഒരു അവസരം എപ്പോഴും ബിസിനസ് ആയി ചെയ്യുന്നവർ എപ്പോഴും ട്രൈപോഡിൽ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ഒരു മാർക്കറ്റിംഗ് രീതിയാണ് നമുക്ക് വരുമാനം ലഭിക്കാനുള്ള വളരെ ഫാസ്റ്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു രീതിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. എന്താണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഞാൻ പറഞ്ഞിരുന്നു കമ്പനി നമുക്ക് വളരെ നല്ല രീതിയിൽ പല രീതിയിൽ കൂടെ ഏൺ ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ അതിന്റെ മൂന്നാമത്തെ രീതിയാണ് ഞാൻ പറഞ്ഞ, പല രീതിയുണ്ട്, ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ മൂന്നാമത്തെ കാര്യമായി പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്? സോഷ്യൽ മീഡിയ വഴി, സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന, എന്നാൽ കമ്പനിയുടെ പരസ്യങ്ങൾ വഴി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് കമ്പനി എന്ത് ചെയ്യുന്നു? പരസ്യങ്ങൾ നൽകുന്നു. അപ്പോൾ പരസ്യമായിട്ട് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുകൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ സോഷ്യൽ മീഡിയ അല്ലെ, നമുക്കറിയാം ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം തുടങ്ങി ഒട്ടനവധി സോഷ്യൽ മീഡിയാസ് നമുക്കറിയാം. അതിലൂടെ കമ്പനി പരസ്യങ്ങൾ നൽകിക്കൊണ്ട് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുകൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ പരസ്യം കണ്ടുകൊണ്ട് നമുക്കറിയാം ഇവിടെ സംഭവിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ. കമ്പനി ഈ സോഷ്യൽ മീഡിയ വഴി പരസ്യം നൽകുന്നു. എന്താണ് പരസ്യം? ജസ്റ്റ് നമുക്ക് വീട്ടിലേക്ക് വളരെ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങിക്കാം, അതും ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റത്തിലൂടെ നമുക്ക് വിലക്കുറവിൽ സാധനങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ തുടങ്ങിയിട്ടുള്ള നല്ല ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള പരസ്യം. അപ്പോൾ ആ പരസ്യം കണ്ടുകൊണ്ട് മെമ്പേഴ്സ്, അത് കാണുന്ന വ്യക്തികൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അവര് എത്തിച്ചേരുന്നത് നമ്മുടെ റീപർച്ചേസ് എന്നുള്ള കാറ്റഗറിയിലാണ്. അപ്പോൾ അവർക്ക് കാണാൻ കഴിയും വീട്ടിലേക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ ഒരു ബ്രാൻഡ് പോലും മാറാതെ എല്ലാ ഉൽപ്പന്നങ്ങളും വിലക്കുറവിൽ. അപ്പോൾ എന്ത് ചെയ്യും? തീർച്ചയായും അവർ ക്യാഷ് ഓൺ ഡെലിവറി ആയതുകൊണ്ട് തന്നെ ക്യാഷ് മുടക്ക് അപ്പോൾ ഇല്ല, അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യും. അപ്പോൾ ആ വ്യക്തികൾ അവര് ഒന്ന് ട്രൈ ചെയ്യുന്നു, ആവശ്യത്തിനുള്ള ഒരു 5-10 സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നു. അപ്പോൾ അവർ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ചോദിക്കുന്ന കാര്യമാണ് എന്ത്? അവരുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ID. അപ്പോൾ അവരത് നൽകി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു ID ക്രിയേറ്റ് ആവുന്നു. ഇവിടെ സംഭവിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ അങ്ങനെ ഒരു ID ക്രിയേറ്റ് ആകുമ്പോൾ അവരുടെ ഓർഡർ പ്ലേസ് ആവുന്നു. അപ്പോൾ തന്നെ അവർ രാവിലെ ഓർഡർ കൊടുത്താൽ ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴേക്കും അവരുടെ വീട്ടിലേക്ക് അടുത്തുള്ള സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ എത്തിയിരിക്കും. അപ്പോൾ അവർ ആ ഉൽപ്പന്നം നോക്കി അവർക്ക് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അവർ തീർച്ചയായും ക്യാഷ് കൊടുത്ത് ആ സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഇവിടെ സംഭവിച്ച കാര്യം നമുക്കറിയാം. നോർമലായിട്ട് ഒരു വ്യക്തി, നമ്മൾ ഫസ്റ്റ് കണ്ട കാര്യമാണ്, ഒരു വ്യക്തി നമ്മുടെ റെക്കമെൻഡേഷനിലൂടെ വന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം സാധനങ്ങൾ വാങ്ങിക്കും അല്ലെ. അദ്ദേഹം സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ബിസിനസ് ക്രിയേറ്റ് ആകുന്നു. ആ ബിസിനസ് വോളിയത്തിന്റെ 50%, 50% ഡയറക്റ്റ് സ്പോൺസർക്കും ബാക്കി വരുന്ന 50% 17 ലെവലിലേക്കും, അടുത്ത 17 ലെവലിലേക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 18 ലെവലിലേക്ക് ഇൻകം പോകുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം, ഇവിടെ സോഷ്യൽ മീഡിയ വഴി കമ്പനി പരസ്യങ്ങൾ നൽകിയപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് കസ്റ്റമർ ക്രിയേഷൻ നടന്നു. ഓരോ വ്യക്തികളും പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്നുള്ളത്, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു സ്പോൺസേഴ്സോ അല്ലെങ്കിൽ അപ്ലയൻസോ ഇല്ലാതെ ഓട്ടോമാറ്റിക് അവർ തന്നെ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ID ക്രിയേറ്റ് ആവുകയാണ്. അവിടെ ഫ്രീ ID ക്രിയേറ്റ് ആവുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം, അവർക്ക് സ്പോൺസേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? എന്തായാലും സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടിയ ആ ID ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ലൈഫ് ടൈം ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം. പക്ഷേ അവർക്ക് വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിച്ച കാര്യം നമുക്കറിയാം, അവർക്ക് സ്പോൺസേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ വാങ്ങിച്ചതിന്റെ ബിസിനസ് വോളിയം നേരിട്ട് കമ്പനിയിലേക്ക് പോവുക ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു വ്യക്തി നമ്മുടെ ഡയറക്റ്റ് സ്പോൺസർഷിപ്പിൽ വരികയാണെങ്കിൽ ആ വ്യക്തി സാധനം വാങ്ങിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്പോൺസർക്ക് അദ്ദേഹം ടോട്ടൽ വാങ്ങിച്ച ബിസിനസ് വോളിയത്തിന്റെ 50% കിട്ടിയിരിക്കും. അതിന് മുകളിലേക്ക് ഉള്ള 17 ലെവലിലേക്ക് ബാക്കിയുള്ള
50% പോയിരിക്കും. എന്നാൽ ഇവിടെ ഈ വ്യക്തികൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തീർച്ചയായും അവിടെ ഒരു 100% ബിസിനസ് വോളിയം അവിടെ പെൻഡിങ് ആണ്. ആ എമൗണ്ട് കമ്പനിയിലേക്ക് പോകുന്നു. പക്ഷേ കമ്പനി ഈ എമൗണ്ട് ഫുൾ ആയിട്ട് എടുക്കുന്നില്ല, അതിന്റെ 50%. ഓക്കെ, നമുക്ക് പറയാം ഏകദേശം ഒരു ഡയറക്റ്റ് സ്പോൺസർ ആയിട്ടുള്ള ആ ഒരു 50% കമ്പനി എടുക്കുന്നു. ബാക്കി വരുന്ന 50% 17 ലെവലിലേക്ക് പോകേണ്ടതായിട്ടുള്ള ആ ഒരു 50% എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് കമ്പനി ഡിവൈഡ് ചെയ്യുകയാണ്. ആർക്ക്? ഇവിടെയാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള സിസ്റ്റം. ഇവിടെ ഓരോ വ്യക്തിക്കും ഇവിടെ കമ്പനി നൽകുന്ന ഒരു ഓഫറാണ്. നമുക്ക് ഒരു വ്യക്തിക്ക് നമ്മുടെ ID തന്നെ ഡിജിറ്റൽ ID ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു വ്യക്തി ഡിജിറ്റൽ ID ആക്കുവാണെങ്കിൽ ചെലവ് വരുന്നത് 12,000 രൂപ മുതലാണ്. അപ്പോൾ നമുക്ക് നോർമൽ ആയിട്ട് ഒരു വ്യക്തിക്ക് ഒരു 12,000 രൂപ കൊടുത്തുകൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അവർക്ക് ഒരു ID ഡിജിറ്റൽ ID ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നേരത്തെ ഈ എമൗണ്ട് 15,000. അപ്പോൾ തന്നെ നേരത്തെ ഇപ്പോൾ ഇതുവരെ നാളെ വരെയുള്ള നാളെ വരെയുള്ള സമയമാണ് കേട്ടോ, തിങ്കളാഴ്ച വരെയാണ്. തിങ്കളാഴ്ച വരെ നാളെ വരെയുള്ള സമയത്ത് ഈ ഓപ്ഷൻ തന്നെ നമുക്ക് 10,000 രൂപ കൊടുത്തുകൊണ്ട് തന്നെ, നേരത്തെ എമൗണ്ട് 15,000 രൂപയായിരുന്നു, അത് തന്നെ അഡ്വാൻസ് ബുക്കിംഗ്, ഓക്കെ, പ്രീ ബുക്കിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 10,000 രൂപ കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ID തന്നെ ഡിജിറ്റൽ ID ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ പുതിയ വ്യക്തികൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും 10,000 രൂപ കൊടുത്തുകൊണ്ട്. എന്നാൽ ഈ ഒരു ഓപ്ഷൻ നാളെ കഴിഞ്ഞു മുതൽ 12,000 ഉള്ള ഓപ്ഷൻ ആക്കിയിട്ട് മാറ്റുകയാണ്. 12,000 രൂപ മുതൽ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് മാത്രം. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. നമുക്ക് പ്രീ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ 10,000 രൂപ കൊടുത്തുകൊണ്ട് അഡ്വാൻസ് ആയി കൊടുത്തുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ ID ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ തന്നെ അതിനുശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബാക്കിയുള്ള 5,000 കൊടുത്തുകൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. എന്നാൽ ഈ ഒരു ഓപ്ഷൻ നേരത്തെ ഇപ്പം വരുന്ന ഈ നാളത്തെ കഴിഞ്ഞ് മുതൽ 12 രൂപ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് മാത്രം ജോയിനിങ് എന്നുള്ള രീതിയിലേക്ക് ഡിജിറ്റൽ ID മാത്രം കേട്ടോ. നോർമൽ നമ്മുടെ പ്ലാൻ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ID മാറുകയാണ്. അപ്പോൾ നാളെ വരെ സമയമുണ്ട്. 10,000 രൂപ കൊടുത്തുകൊണ്ട് ബുക്കിംഗ് നടത്തി നമുക്ക് ഒരു വ്യക്തിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഡിജിറ്റൽ ID ആക്കി നമ്മുടെ നോർമൽ ID കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഗുണം? നമ്മളൊരു വ്യക്തി ഒരു ഡിജിറ്റൽ ID എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഗുണം എന്താണ്? ഇവിടെ ഒരു വ്യക്തി, ഞാൻ പറഞ്ഞു, ഡിജിറ്റൽ ID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ആയിട്ട് 10,000 രൂപ പ്രീ ബുക്കിംഗ്, അതല്ല എങ്കിൽ 12,000 രൂപ കൊടുത്തുകൊണ്ട് പ്രൊഡക്ട്സ് വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ID ഡിജിറ്റൽ ID ആക്കി മാറ്റുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ പരസ്യം വഴി അനേക വ്യക്തികൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ട് അവർ ഫ്രീ ID ആയിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ സംഭവിക്കുന്ന ആ ബിസിനസ് വോളിയം ഉണ്ടല്ലോ, ഇവിടെ വരുന്ന ബിസിനസ് വോളിയം, ഇവര് സാധനങ്ങൾ വാങ്ങിക്കുന്നു, അപ്പോൾ സംഭവിക്കുന്നത് ആ ബിസിനസ് വോളിയത്തിന്റെ 50% കമ്പനിയിലേക്ക് പോകുന്നു. ബാക്കി വരുന്ന 50% പ്രത്യേകമായ ഒരു പൂളിലേക്ക് കമ്പനി മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഈ പൂളിലേക്ക് വരുന്ന എമൗണ്ട് ഓരോ ആഴ്ചയിലും, ഇപ്പൊ നിലവിൽ നമുക്ക് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ പരസ്യങ്ങൾ പോകുന്നത്, കൂടുതലായിട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലേക്കുമായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ വളരെ ശക്തമായ രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വ്യാപിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ മേഖലയിൽ മാത്രമുള്ളതെങ്കിൽ പോലും വളരെ ആയിരക്കണക്കിന് ആളുകൾ വാങ്ങിക്കുന്നു. അപ്പോൾ തന്നെ ഈ പൂളിലേക്ക് കമ്പനി മാറ്റിവെക്കുന്ന എമൗണ്ട് ഓരോ ആഴ്ചയിലും കമ്പനി ആ എമൗണ്ട് മാറ്റിവെക്കുകയാണ്. ആ എമൗണ്ട് ആരൊക്കെ ഡിജിറ്റൽ ID ആക്കിയിട്ടുണ്ടോ അവർക്കെല്ലാം, ഒരു ഡിജിറ്റൽ ID എടുത്ത വ്യക്തികൾ, ഒരാൾക്ക് എത്ര വേണേ എടുക്കാം, അതിന് കുഴപ്പമില്ല. തന്നെ ആരൊക്കെ ഡിജിറ്റൽ ID ആക്കിയിട്ടുണ്ടോ അവർക്കെല്ലാം കമ്പനി കൃത്യമായിട്ട് ആ എമൗണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ആഴ്ചയിലും, നമുക്കറിയാം ഓരോ ആഴ്ചയിലും ആയിരക്കണക്കിന് ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നപ്പോൾ അവർ വാങ്ങുന്നതിന്റെ ടോട്ടൽ വരുന്ന ബിസിനസ് വോളിയം, ആ ബിസിനസ് വോളിയത്തിന്റെ 50% കമ്പനിയിലേക്കും ബാക്കി വരുന്ന 50% മാറ്റി വെക്കുന്നത് പൂളിലേക്കാണ്. ആ പൂളിൽ എമൗണ്ട് വലിയൊരു എമൗണ്ടായി മാറുന്നു. ആ എമൗണ്ട് കൃത്യമായി ആരൊക്കെ ഡിജിറ്റൽ ID ആക്കിയിട്ടുണ്ടോ അവരുടെ എല്ലാം ID-കളിലേക്ക്, അവരുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ വേറൊരു പ്രത്യേകത ഉള്ളത്, നമുക്ക് ആ എമൗണ്ടിന്റെ പ്രത്യേകത, എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അന്നു മുതൽ ലൈഫ് ടൈം ആയിട്ട് ഈ എമൗണ്ട്
വാങ്ങിക്കാനുള്ള ഒരു അവസരം നമുക്ക് നൽകുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ വഴിയോ പല പരസ്യങ്ങളാണ്. അപ്പോൾ ഇതിന്റെ വർദ്ധിക്കുന്ന അനുസരിച്ച് പിന്നെയും പല ഡിസ്ട്രിക്റ്റുകളിലേക്ക് വ്യാപിക്കുമ്പോൾ പിന്നെയും എമൗണ്ട് വർദ്ധിക്കും. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എമൗണ്ടിനേക്കാളും വരുന്ന ദിവസങ്ങളിൽ ആ എമൗണ്ട് പിന്നെയും വർദ്ധിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ലൈഫ് ടൈം ആയിട്ട് വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇതിലൂടെ പല രീതിയിലുള്ള റാങ്കിങ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യമുള്ളത്, ഇത് ആർക്കും ഇതൊരു പാസീവ് ഇൻകം ആണ്. പാസീവ് പ്ലസ് ആക്റ്റീവ് ഇൻകം എന്ന് പറയാം. കാരണം നമുക്ക് നോർമലായ വ്യക്തി സ്റ്റാർട്ട് ചെയ്തു, അദ്ദേഹം ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ എമൗണ്ട് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹം ഡിജിറ്റൽ മാർക്കറ്റിംഗ് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടെയും അദ്ദേഹത്തിന് വരുമാനം സമ്പാദിക്കാനുള്ള ഒരു അവസരം കൂടെ കമ്പനി നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റെക്കമെൻഡേഷനിലൂടെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് 3 പേര് അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഐഡിയിൽ കൂടെ ഡിജിറ്റൽ ID ആക്കി മാറ്റുകയാണെങ്കിൽ, അങ്ങനെ 3 പേരെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം നെക്സ്റ്റ് ഒരു ലെവൽ ക്രോസ് ചെയ്യാണ്. അദ്ദേഹം ബ്രോൺസ് എന്ന ലെവലിലേക്ക് വരുന്നു. ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഉള്ളത്, നമ്മുടെ താഴെ ഡയറക്റ്റ് ആയിട്ട് ഒരു വ്യക്തി ഡിജിറ്റൽ ID എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡയറക്റ്റ് സ്പോൺസർക്ക് കമ്പനി 1500 രൂപ കമ്മീഷൻ കൊടുക്കുന്നു. എങ്ങനെയാണത്? ഓരോ ഡിജിറ്റൽ ID എടുക്കുമ്പോഴും അതിനകത്ത് 3000 രൂപ മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു 3000 രൂപയ്ക്കകത്ത് 50% ഡയറക്റ്റ് സ്പോൺസർക്കാണ്. അപ്പോൾ 1500 രൂപ ഡയറക്റ്റ് സ്പോൺസർ കമ്മീഷൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ ബാക്കി വരുന്ന 1500 രൂപ മുകളിലേക്കുള്ള 17 ലെവലിലേക്ക് കമ്പനി ആ എമൗണ്ട് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ഇൻകം വാങ്ങിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇവിടെ നേരത്തെ നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടെ തന്നെ പല റാങ്കിങ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ തന്നെ ഈ റാങ്കിങ് സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ലെവലാണ് ബ്രോൺസ് എന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഒരു വ്യക്തി ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ബ്രോൺസ് എന്നുള്ള റാങ്കിൽ എത്തുന്നു. അപ്പോൾ അദ്ദേഹത്തിന് 3 ID ആക്റ്റീവ് ആയപ്പോൾ ഉള്ള ഇൻകം കിട്ടുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ട്രിപ്പ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഒരു കുമരകം ട്രിപ്പാണ് കമ്പനി നൽകുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സിൽവർ റാങ്ക് ആണ്. സിൽവർ റാങ്കിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് ഒരു നെല്ലിയാമ്പതി ട്രിപ്പാണ്. അടുത്തത് 3ാമത്തെ സ്റ്റേജ് എന്നുള്ളത് ഗോൾഡ് എന്നുള്ള ഗോൾഡ് റാങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഊട്ടി ട്രിപ്പാണ് ലഭിക്കുന്നത്. 4ാമത്തെ റാങ്ക് പ്ലാറ്റിനം ആണ്. അതിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഗോവ ട്രിപ്പാണ്. 4ാമത്തെ, അപ്പൊ 5ാമത്തെ എത്തുമ്പോഴേക്കും അത് സഫയർ ആണ്. സഫയർ എന്നുള്ള റാങ്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് പേൾ എന്നുള്ള റാങ്ക് ആണ്. അപ്പോൾ ഒരു മലേഷ്യൻ ട്രിപ്പാണ്. തുടങ്ങി ഏകദേശം ഒരു 18 സ്റ്റേജ് വരെ റാങ്കിങ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ 18ാമത്തെ റാങ്ക് എന്നുള്ളത് റോയൽ ക്രൗൺ അംബാസഡർ ആണ്. അവിടെ ആ വ്യക്തിക്ക് ലഭിക്കുന്നത് 100 കോടി രൂപയുള്ള വില വരുന്ന എസ്റ്റേറ്റ് ആണ്. അപ്പോൾ വളരെ വലിയ രീതിയിലുള്ള അച്ചീവ്മെന്റ്സിലേക്ക് എത്താനുള്ള ഒരു സാവകാശമാണ് ഇതിലൂടെ നൽകുന്നത് എന്നുള്ള കാര്യം അറിയണം. നേരത്തെ ഈ ഗോൾഡ് എന്നുള്ള റാങ്കിൽ എത്തുന്നവർക്കായിരുന്നു റോയൽ. കമ്പനി എന്ത് ചെയ്യുന്നു, ഓരോ വ്യക്തി ഡിജിറ്റൽ ID ആക്ടിവേഷൻ ചെയ്യുമ്പോഴും അതിൽ നിന്ന് ഒരു 100 രൂപ മാറ്റി വെക്കുന്നുണ്ട് ഓരോ സ്റ്റേജിലേക്കാണ്. അപ്പോൾ നേരത്തെ ഈ മാറ്റിവെക്കുന്ന എമൗണ്ട് ഗോൾഡ് എന്നുള്ള ആ റാങ്കിൽ എത്തുന്ന വ്യക്തികൾക്ക് ഡിവൈഡ് ചെയ്യുമായിട്ട്, ഓക്കെ, ആഴ്ചയിൽ കിട്ടുന്ന എമൗണ്ട് ഉണ്ട്. അതിന് പുറമെ ആയിട്ട് ഒരു റോയൽറ്റി ആയിട്ട് സ്ഥിരം വരുമാനം നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഈ ഒരു അവസരം മാറ്റി, ഇപ്പം എന്ന് വെച്ചാൽ നേരത്തെ അത് ഗോൾഡ് എന്നുള്ള റാങ്ക് അച്ചീവ് ആയിരുന്നെങ്കിൽ പോലും അത് മാറി ഇന്ന് അത് കമ്പനി മാറ്റിയിട്ട് തുടക്കം മുതൽ ബ്രോൺസ് എന്നുള്ള ഫസ്റ്റ് റാങ്ക് മുതൽ അവിടെ മുതൽ ആരൊക്കെ ഓരോ റാങ്ക് കവർ ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം അവരായിരിക്കുന്ന ആ റാങ്കിൽ കൃത്യമായിട്ട് ഡിജിറ്റൽ ID ആക്റ്റീവ് ആകുമ്പോഴും അവിടെ നിന്ന് 100 രൂപ വരെ മാറ്റി വെച്ചുകൊണ്ട് ഓരോ വ്യക്തികൾക്കും അവർ അച്ചീവ് ചെയ്തിരിക്കുന്ന റാങ്കിങ് സിസ്റ്റത്തിനനുസരിച്ച് അവർക്ക് റോയൽറ്റി കൂടെ കമ്പനി നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ വളരെ നല്ല രീതിയിൽ, ഓക്കെ, ഇനിയും പറയാൻ അധികമാണ്, നമ്മുടെ സമയം അധികം പെട്ടെന്ന് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ നല്ല രീതിയിൽ ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ, ഓക്കെ, ഒട്ടനവധി മാർഗങ്ങളിലൂടെ വരുമാനം നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ് കമ്പനി നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ് വലിയ പ്രത്യേകത. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയട്ടെ, ജസ്റ്റ് 2 മിനിറ്റ് ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വെറും 3 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു അധ്യാപകനാണ്, +2 സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. അപ്പോൾ തന്നെ
പാർട്ട് ടൈം വർക്കർ ആണെങ്കിലും സീരിയസ് ആയിട്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ ബിസിനസ് അവസരം വളരെ സീരിയസ് ആയിട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എൻ്റെ ക്കാൻ പറ്റിയ മെമ്പേഴ്സും അതുപോലത്തെ ലീഡേഴ്സും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് കഴിയുന്നു. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ 2008 കാലഘട്ടത്തിൽ മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുവെങ്കിൽ പോലും അതിനുശേഷം ടീം പോലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയിട്ട് കഴിഞ്ഞ 11 വർഷമായിട്ട് ഞാൻ ടീച്ചിങ് ഫീൽഡ് തന്നെ വേറൊരു കമ്പനി ചെയ്തിട്ടുമില്ല. അതിനുശേഷമാണ് റീസെന്റ് ആയിട്ട് എനിക്ക് ഈ അവസരം കിട്ടി. ആ അവസരം കിട്ടിയപ്പോൾ തന്നെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ ഏറ്റവും വളരെ ശക്തമായ രീതിയിൽ ബിസിനസ്. അപ്പോൾ ഈ ഒരു അവസരം എല്ലാവർക്കും എന്നെപ്പോലെ ഞാൻ പറഞ്ഞല്ലോ ഒരു പാർട്ട് ടൈം വർക്കറാണ്. പാർട്ട് ടൈം വർക്കറായി എനിക്ക് നല്ലതുപോലെ ഇതുപോലെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടെ വിദ്യാഭ്യാസമോ ഒന്നും വിഷയമല്ല, വലിയ സ്റ്റാറ്റസ് ഒന്നും വിഷയമല്ല. ആർക്കും ഏത് സാധാരണക്കാരനായ വ്യക്തിക്കും വളരെ സിമ്പിളായ രീതിയിൽ ഏറ്റവും സിമ്പിളായ രീതിയിൽ വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ കേൾക്കുന്ന വ്യക്തികളും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയട്ടെ, ഈ ഒരു നല്ല അവസരം കിട്ടിയിരിക്കുന്ന അവസരം മാക്സിമം ഉപയോഗിക്കുക, മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കുക. ഒരു നാണക്കേടും പറയേണ്ട ആവശ്യമില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് എല്ലാവരിലേക്കും നമ്മൾ ഓർക്കുക, നമ്മൾ ചെയ്തില്ല എങ്കിൽ മറ്റുള്ളവർ നമ്മുടെ ഫ്രണ്ട്സിനെ അവര് പൊക്കിക്കൊണ്ട് പോയിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല എങ്കിൽ ആ ഒരു കാര്യം മാത്രം ഓർക്കുക, നമ്മൾ പറഞ്ഞ നമ്മുടെ സുഹൃത്തുക്കളെ അവരുടെ ടീമിലേക്ക് കൊണ്ടുപോകുക. അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട്, കാരണം ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പോകുന്ന ഒരു കമ്പനിയായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം മാക്സിമം ഉപയോഗിക്കുക. ഒരു മിനിറ്റ് പോലും സമയം കളയാതെ, ഒരു മിനിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയോട് ബിസിനസ് പറയുക, ശക്തമായ ഒരു ടീം നയിക്കുക, ഒരു വളരെ നല്ല രീതിയിൽ അച്ചീവ്മെന്റ്സ് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ എല്ലാവർക്കും സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. സമയം ദീർഘിച്ചു പോയെങ്കിൽ പോലും എനിക്ക് നൽകി തന്ന കമ്പനിയുടെ എല്ലാ മെമ്പേഴ്സിനും അതുപോലെ തന്നെ ലീഡേഴ്സിനും എല്ലാവർക്കും, നമ്മുടെ ഏറ്റവും ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ പറയേണ്ട കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആയിരുന്നു നമ്മുടെ ഗ്രേറ്റ് ലീഡർ ദിലീപ് സാറൊക്കെ 1 രൂപയ്ക്ക് മുകളിൽ അച്ചീവ്മെന്റ് നേടിയിരിക്കുകയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് വെറും 2 വർഷം കൊണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഹൈറീച്ച് ഓൺലൈൻ ഷോപ്പിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഗ്രേറ്റ് നമുക്ക് നല്ലൊരു പാത ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് അതിൽ നടന്നു പോയാൽ മതി, അത്രയ്ക്ക് സിമ്പിൾ ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകാം. നമ്മുടെ ലീഡേഴ്സ് ഒക്കെ ഉണ്ട്, എല്ലാവരും നിങ്ങളെ ആരാണോ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയത് അവരോട് മനസ്സിലാക്കുക, ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുക, പഠിച്ചുകൊണ്ട് ചെയ്യുക. ആ പഠിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിജയാശംസ നേരുകയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് മേഡം പരിചയപ്പെടുത്തി, അനീസ് എന്നാണ്. സ്വദേശം പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ. ഞാനിപ്പോ ഉള്ളത് ആക്ച്വലി പുറത്തുള്ള നമ്മളുടെ ഒരു വെയർ ഹൗസ് ഇന്ന് പത്തനംതിട്ടയില് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. എന്താ സ്ഥലത്തിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാല് പെരുന്തുരുത്തി. നിങ്ങൾക്ക് ഇവിടെ ബാക്കിൽ കാണുന്നുണ്ടാവും, പെരുന്തുരുത്തി വെയർ ഹൗസ് ഇന്ന് ഓപ്പണിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ്. അടിപൊളിയായിട്ട് നമ്മളുടെ വെയർ ഹൗസിൽ നമ്മളുടെ ജിംസൺ സാറെ നമുക്ക് വളരെ ലളിതമായിട്ട് നമ്മളുടെ ഹൈറിച്ചിന്റെ സാധ്യതകൾ പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞു നിരവധി വെയർ ഹൗസുകൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഇത് ലൈവാണ്, ഇന്ന് ഓപ്പൺ ചെയ്ത വെയർ ഹൗസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു അവസരത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോ മാഡം പറഞ്ഞു, എന്റെ അച്ചീവ്മെന്റ്സ് പറഞ്ഞു, നമ്മളെ കമ്പനിയിലെ റെഗുലർ സെയിലിംഗ് അച്ചീവർ ആവാൻ പറ്റി. അത് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയണമെങ്കിൽ വളരെ സമയം ലേറ്റ് ആയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വളരെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരുന്ന സമയത്ത് മറ്റുള്ള ട്രഡീഷണലി 1-2 ബിസിനസ്സുകൾ ചെയ്ത് ഫെയിലിയർ ആയി നിൽക്കുന്ന സമയത്ത്, വളരെ ഡിപ്രസ്ഡ് ആയി നിൽക്കുന്ന സമയത്ത്, അധികം എന്താ പറയാ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമുള്ള മാനസികമായിട്ടുള്ള ഒരു വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു രീതിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ കൊച്ചിയിൽ എല്ലാവർക്കും അറിയാം ഊബർ ടാക്സി അല്ലെ. ആ ഒരു ടാക്സിക്ക് ഡ്രൈവർ പോകാൻ വേണ്ടിയിട്ട് PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ക്ലിയർ ചെയ്യുന്ന വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുടെ ഗ്രേറ്റ് ലീഡർ ഷബീബ് സാർ എന്നോട് പറയുന്നത്,
അനീസ് സാറേ നിങ്ങൾ എന്തായാലും നനഞ്ഞിരിക്കണം, ഒന്ന് കുളിച്ച് കയറിക്കോളൂ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിതമായി എന്നെ ഈ ഒരു എന്താ പറയാ ഹൈറിച്ചിനെ ഏറ്റെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ആ ഒരു വാക്ക് ഞാൻ ഏറ്റെടുത്തു. അതിലൂടെ ഹൈറിച്ചിനെ നെഞ്ചിൽ ഏറ്റെടുത്തു. വളരെ ചുരുക്കം എനിക്ക് തോന്നുന്നു അന്ന് വളരെ എന്റെ ടീമിൽ ഞാൻ ഈ ഒരു ബിസിനസ് ഷെയർ ചെയ്തത് നിരവധി പേരോട് പറഞ്ഞപ്പോൾ എന്റെ സുഹൃത്തുക്കളും എന്റെ ഫാമിലി റിലേറ്റീവും ഒക്കെ എന്നെ കളിയാക്കി. കാരണം ഒരു 10 വർഷം മുമ്പ് ഇതുപോലെ മറ്റൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ ഞാൻ ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് അവരെന്നെ കളിയാക്കി. നെറ്റ്വർക്ക് അല്ല, ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇനി അവന്റെ സമയം കളയാണ്. കാരണം ഓൾറെഡി 32 വയസ്സായി, അപ്പൊ ഇനി അവന്റെ സമയം കളയാണ്. പല രീതിയിലുള്ള എന്നെ എന്താ പറയാ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ അത്രത്തോളം മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന രീതിയിൽ പലരും എന്നെ കളിയാക്കി ചിരിച്ച്. ഇന്ന് ഞാന് വളരെ സന്തോഷവാനാണ്. എന്റെ എന്താ പറയാ ആഗ്രഹങ്ങളും മറ്റുള്ള എല്ലാം പൂർണ്ണമായിട്ട് സഫലീകരിച്ചിട്ടില്ല. പക്ഷെങ്കിൽ എനിക്ക് 100% ഉറപ്പുണ്ട് ഹൈറിച്ചിലൂടെ ഒരു കോടീശ്വരനാവാൻ പറ്റും. കാരണം നമ്മളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിൽ പലരും പലപ്പോഴും ജോയിൻ ചെയ്തവരുണ്ടാവും. എന്നെക്കാളുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് വ്യക്തികൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ലീഡേഴ്സ് ജിംസൺ സാറും ജിഷ മാഡം പറഞ്ഞതുപോലെ നമ്മളുടെ എല്ലാം മെന്റർ ലെജൻഡ് ഗ്രേറ്റ് ലീഡർ ദിലീപ് സാറ് വെറും 2 വർഷം കൊണ്ടാണ് ഹൈറിച്ചിലൂടെ 1 കോടി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലോട്ട് വാങ്ങിയെന്നുള്ളത്. വളരെ എന്താ പറയാ നമുക്കൊക്കെ പ്രൗഡ്ലി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും ഒരു എന്താ പറയാ നല്ല നിമിഷമാണ് അത്. കാരണം ഒരാൾ ഒരു 2 വർഷം കൊണ്ട് ഒരു കോടീശ്വരൻ ഹൈറിച്ചിലൂടെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, വരുന്ന ദിവസങ്ങളിൽ മാസങ്ങളിൽ വരുന്ന വർഷങ്ങളിൽ 10ഉം 100ഉം 1000 കോടീശ്വരന്മാർ ഹൈറിച്ചിലൂടെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതില് എന്താ പറയാ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാല് വെറും സാധാരണക്കാരായുള്ള ഡിഗ്രി എന്താ പറയാ ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി ആണെങ്കിൽ പോലും അതും കംപ്ലീറ്റ് ചെയ്യാത്ത എനിക്ക് ഇന്ന് ആവറേജ് ഒരു മാസം ഒരു 1.5 ലക്ഷം രൂപക്ക് മുകളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഒരുപാട് സമയം നിർത്തില്ല, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ ഒരുപാട് ലയബിലിറ്റീസ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഒരുപാട് കടങ്ങളുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട് മുന്നേ ചെയ്ത ബിസിനസ്സിൽ. അതെല്ലാം തീർത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളുടെ ലോക്ക്ഡൌൺ സമയത്ത് എല്ലാവരും വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് എന്റെ വീട്ടിലോട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ എനിക്ക് 1 രൂപ തന്ന കമ്പനി ഉണ്ടെങ്കിൽ എന്താ പറയാ 1 രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഹൈറിച്ചിലൂടെയാണ്. മറ്റു ഏതൊരു അവസരത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലായിടത്തും മേഖലകൾ വളരെ സ്തംഭിച്ചിരിക്കുകയാണ്. ഏറി വന്നാൽ 15,000 20,000 രൂപ ശമ്പളത്തിലോട്ട് ചുരുക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാവരുടെയും സാലറി. അതിലും അതിലും ചുരുക്കം എന്താ പറയുക സാലറിയാണ് പല കമ്പനികളും കൊടുത്തോണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഹൈറിച്ച് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ എന്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും വേദനകളും ഞാൻ അനുഭവിക്കേണ്ടിയിരുന്നു. പക്ഷെ ഹൈറിച്ചിനെ കുറിച്ച് പഠിച്ചു, നേരത്തെ ജിഷ മാഡം പറഞ്ഞ പോലെ തന്നെ അത് മനസ്സിലാക്കി അത് മറ്റുള്ളവരോട് പറയാൻ റെഡിയായി. ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട്, ഇതൊന്നും നടക്കൂല മോനെ എന്ന് പറഞ്ഞിട്ട്. വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ എന്റെ നാട്ടിൽ വെയർ ഹൗസ് വന്നിട്ടില്ല, ഇപ്പോഴും വെയർ ഹൗസ് എന്റെ നാട്ടിൽ എത്തിയിട്ടില്ല. പക്ഷെ ഞാൻ വെയർ ഹൗസ് വരട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇപ്പൊ നിൽക്കുന്ന പത്തനംതിട്ടയാണ്. ഈ നൃത്തം ഞാൻ നിൽക്കില്ലായിരുന്നു. കാരണം ഇന്ന് കേരളത്തിന് പുറത്തുമായിട്ട് നമുക്ക് നല്ലൊരു ടീമിനെ ഈ വരുന്ന കഴിഞ്ഞ മാസങ്ങളായിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലൂടെ എനിക്ക് 100% ഉറപ്പുണ്ട് എന്റെ വളർച്ച എന്താന്നുള്ളത്. ഇതിൽ പലരും ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വരുന്ന മാസങ്ങളിൽ 3 or 6 മാസങ്ങൾക്ക് ശേഷം എന്റെ വളർച്ച എന്താന്നുള്ളത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഹൈറിച്ച് നമുക്ക് എന്താ പറയാ ഈ ഒരു അവസരം പ്രദാനം ചെയ്തെന്ന് നമ്മളുടെ കമ്പനിയുടെ ഗ്രേറ്റ് പേഴ്സണാലിറ്റി, കമ്പനിയുടെ എന്താ പറയാ പ്രതാപൻ സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അദ്ദേഹം ഈ ഒരു അവസരം നമുക്ക് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പട്ടിണി കിടന്നേനെ 100%. അപ്പൊ ഈ ഒരു അവസരത്തെ കുറിച്ച് പഠിക്കാൻ റെഡിയാവുക. ഇതുപോലുള്ള പല കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു ചിന്താഗതി മാറ്റിവെച്ച് എന്താണ് ഹൈറിച്ച് എന്നുള്ളത് മാക്സിമം പഠിക്കുക. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ വെയർ ഹൗസിൽ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അതായത് എന്താ പറയാ അരി, പഞ്ചസാര, മുളക്, മല്ലി അല്ലെ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അതേ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഹൈറിച്ചിലൂടെ കിട്ടുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉജാല അല്ലെങ്കിൽ എന്താ പറയാ നമ്മള് ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡിന്റെ അതേ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നമുക്ക് കിട്ടുക എന്ന് പറയുന്നതിൽ സന്തോഷം എന്നുള്ളത് അതിലൂടെ നമുക്കൊരു ക്യാഷ് ബാക്ക്. അപ്പൊ ഈ ഒരു അവസരം മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരി വലിയൊരു വരുമാനത്തിലോട്ടും അതുപോലെ തന്നെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പറ്റുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് ഞാൻ പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു എന്റെ ഗ്രേറ്റ് ലീഡർ ജയപ്രകാശ്, അതുപോലെ തന്നെ സൈഫുദ്ദീൻ, അതുപോലെ തന്നെ ഷബീബ് സാറ്, പിന്നെ നമ്മളുടെ എല്ലാം ലെജൻഡ് ദിലീപ് സാറ്. ഒന്നും പറയാനുള്ള വാക്കുകൾ കിട്ടില്ല സാറിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും വിജയിക്കാൻ കേട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് 2 വർഷം മുമ്പാണ്. ജോയിൻ ചെയ്ത് പക്ഷെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തില്ല. കാരണം ഞാൻ റെഡിമെയ്ഡ് ഹോൾസെയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് എന്റെ ഓഫീസാണ്. ഞാനിപ്പോ ഈ ഒരു മീറ്റിംഗ് ഹാൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്റെ റെഡിമെയ്ഡ് ബിസിനസിന്റെ ഹോൾസെയിൽ ഷോപ്പിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്നിരുന്നാലും ഞാൻ അന്ന് ദിലീപേട്ടന്റെ
ഒരു നിർബന്ധപ്രകാരം ജസ്റ്റ് ജോയിൻ ചെയ്തു. ഒരു ട്രൈപോഡ് 3 ID ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് ഓഫീസിലൊക്കെ പോയി. എനിക്ക് ഹോൾസെയിൽ ബിസിനസ് ആയത് കാരണം തന്നെ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് ഹൈറിച്ചിൽ പോയി സെല് ചെയ്യാൻ തീരുമാനിച്ചു. പ്രൊഡക്റ്റ് സെല് ചെയ്തു. ഞാനും നമ്മുടെ ജംഷി സാറും കൂടെ പ്രൊഡക്റ്റുകൾ വെച്ചു. പക്ഷെ അത് പിന്നീട് നമ്മൾ ഈ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും വലിയ അവസരമാണ് ഇതിലൂടെ, ഈ നെറ്റ്വർക്ക് സിസ്റ്റത്തിലൂടെ പല ലീഡേഴ്സും നമ്മുടെ ദിലീപ് സാർ വരുന്നതിന് മുമ്പ് തന്നെ കമ്പനിയിൽ ഒരുപാട് ലീഡേഴ്സ് അച്ചീവ്മെന്റ് കാണിക്കുന്നുണ്ടായിരുന്നു. വലിയ അച്ചീവ്മെന്റ് ഒന്നുമില്ല, ഒരു മന്ത്ലി ഒരു 40,000 35,000 എന്ന രീതിയിൽ അന്ന് വാങ്ങുന്നുണ്ടായിരുന്നു പലരും. 45,000 ആയിരുന്നു അന്നത്തെ ഏറ്റവും ഹൈ റാങ്കിൽ നിന്ന്. അപ്പോൾ ഏകദേശം മാർച്ച് മാസത്തില് 2018-19 മാർച്ച് മാസത്തിലാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ സീരിയസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ജംഷി സാർ അങ്ങനെ കുറച്ച് JP സാർ അങ്ങനെ കുറച്ച് ലീഡേഴ്സ് ദിലീപ് സാറിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു. കാരണം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബിസിനസ് അവസരം കേട്ടതിന് ശേഷം നമ്മൾ നാട്ടിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മണി ചെയിനില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇങ്ങനെ കുറെ കമ്പനികൾ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് എന്ന് പറയും. ഇതൊക്കെ കേട്ടിട്ട് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ കുറച്ച് സമയം ഇത് കേട്ടിട്ട് ഒന്ന് മാറി നിന്നിട്ടുണ്ട്. ആ ഒരു അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം ഒരു ദിവസം പോയ ഒരുപാട് ആളുകളെ നമുക്ക് മിസ്സാവും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണം. ഞാൻ ഈ ഒരു അവസരം ഏറ്റെടുത്ത് ഏകദേശം 20 മാസം ഞാൻ ആദ്യത്തെ 10 മാസം പാർട്ട് ടൈം ആയിരുന്നു. കഴിഞ്ഞ കഴിഞ്ഞ വർഷം നവംബർ മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഫുൾ ടൈം ആക്കി. ഏകദേശം ഒരു വർഷം ആവുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്കും നിങ്ങൾക്കും കിട്ടി. എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ സന്തോഷം ഞാൻ അന്ന് എപ്പോഴും പറയല് എന്നെ സ്പോൺസർ ചെയ്ത അപ്ലൈനോടാണ്, ദിലീപ് സാറോട്. ദിലീപ് സാറെ പറ്റി ഇന്ന് പ്രത്യേകമായിട്ട് പറയും വേണം. കാരണം കമ്പനിയിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ആദ്യമായിട്ട് 1 കോടി രൂപ ടച്ച് ചെയ്യുന്ന ആള്. 1 കോടി രൂപ ചിന്തിച്ചു നോക്കിയാൽ മതി. 2 വർഷം കൊണ്ട് 1 കോടി രൂപ എന്ന് പറയുമ്പോൾ ഒരു 50-50 കൂട്ടം 50 lakh പെർ മന്ത്, സോറി പെർ ഇയർ 50 lakh ആണെങ്കിൽ മന്ത്ലി എത്ര ആക്കി മാറ്റാൻ പറ്റും നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു പാഷനോട് കൂടിയിട്ടാണ് ദിലീപ് സാർ ഈ ബിസിനസിനെ കണ്ടിട്ടുള്ളത്. ഞാൻ കണ്ടത് അങ്ങനെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബിസിനസിനെ പാഷനേറ്റ് ആയിട്ട് സ്നേഹിച്ചു. അതായത് ഇതാണ് യാഥാർത്ഥ്യം. കുറച്ചു മുമ്പ് 2 ദിവസം മുമ്പ് നമ്മളൊരു ഗ്രേറ്റ് ലീഡർ ദിബീഷ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പ്രണയം ഹൈറിച്ചിനോടാണ്. സെയിം, അതായത് ഹൈറിച്ചിൽ അച്ചീവേഴ്സ് ആയിട്ടുള്ള 100%, 99% എന്ന് പറഞ്ഞില്ല, 100% ലീഡേഴ്സും ഹൈറിച്ചിനെ പ്രണയിച്ചവരാണ്. നിങ്ങൾക്കും പ്രണയിക്കാനുള്ള അവസരമുണ്ട്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന അവസരം MD പ്രതാപൻ സാർ, ബിലോവ്ഡ് MD പ്രതാപൻ സാർ ഈ ഒരു മഹാനായ വ്യക്തിയാണ്. ചെറിയ കാര്യമൊന്നുമല്ല. ഫ്യൂച്ചറിൽ 2025 കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും, നമ്മുടെ ഇലക്ഷനെ വരെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു വ്യക്തിയായി മാറും നമ്മുടെ പ്രതാപൻ സാർ. കോടിക്കണക്കിന് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയാണ്. കാരണം ഇതുവരെ അദ്ദേഹം എന്തെല്ലാം തീരുമാനിച്ചിട്ടുണ്ടോ അതൊക്കെ നടത്തിയിട്ടുണ്ട്. അത് നടത്താൻ വേണ്ടിയിട്ട് ഈ യൂണിവേഴ്സിൽ നിന്ന് ഒരുപാട് ലീഡേഴ്സിനെ അദ്ദേഹത്തിന്റെ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട് ദൈവം. സ്വാഭാവികമായിട്ടും ഇനിയും അദ്ദേഹം എന്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ 100% അത് അടിച്ചിരിക്കും, അതിൽ സംശയം വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരം കിട്ടി, ഇനി എന്ത് ചെയ്യണം? ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നിങ്ങൾ സ്പോൺസർ ചെയ്ത ആളോട് ചോദിക്കുക എന്താണ് ഇനി ചെയ്യേണ്ടത്. ജസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, കണ്ണും ചെമ്പി സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഈ 2400 രൂപ ദിലീപേട്ടന് കൊടുക്കുമ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് എന്റെ വീട്ടിലെത്തി, ഞാൻ വീട്ടിലിരുന്നാണ്. പക്ഷെ അങ്ങനല്ല, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങണം, മുന്നിൽ ഇറങ്ങണം. ഫിനാൻഷ്യൽ ഫ്രീഡം, ടൈം ഫ്രീഡം, ഈ 2 സാധനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ഫ്രീഡം, ടൈം ഫ്രീഡം, ഇത് രണ്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗുമായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കോളൂ. വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് ദ കോൺസെപ്റ്റ്, ലൈഫ് ചേഞ്ചിങ് കോൺസെപ്റ്റ്, ഒരു സംശയം വേണ്ട. കാരണം എന്നെ സമയത്തോളം ഈ ഒരു കൺസെപ്റ്റിൽ വന്ന് ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് എന്നെ സമയത്തോളം അത്യാവശ്യം ഫിനാൻഷ്യൽ ആയിട്ട് ക്രൈസിസ് ഉണ്ടായിരുന്ന ആളായിരുന്നു. ഇപ്പോഴും അങ്ങനെ 100% ആയിട്ടില്ല എന്ന് പറയാം. പക്ഷേ എന്തിരുന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ ഏകദേശം ഒരു കഴിഞ്ഞ മാസത്തെ ഇൻകം മാത്രം 3,45,200 രൂപ. ചിന്തിച്ചു നോക്കുക. എന്റെ ഒരു വിദ്യാഭ്യാസം കണക്കിലെടുത്തു കഴിഞ്ഞാല് ആ വിദ്യാഭ്യാസം വെച്ചിട്ട്, ആ സർട്ടിഫിക്കറ്റും വെച്ചിട്ട് ഞാൻ വിദേശത്ത് പോയാലും ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും എനിക്കൊരു 25,000 രൂപയിൽ കൂടുതൽ ശമ്പളം ആരും തരില്ല. ഇനി ഈവൻ ഗൾഫിൽ പോവുകയാണെങ്കിൽ ഒരു 50,000 ആകുമ്പോൾ ഒരിക്കലും കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷെ എന്തുകൊണ്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എനിക്ക് ഇത്രയധികം വരുമാനം തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എത്ര നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണോ നമുക്ക് തരും. ലക്ഷങ്ങളല്ല, കോടികളും തരും. 2025 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 1 crore പെർ മന്ത് ആണ്. സാധാരണ ഞാൻ ദിലീപ് സാറ്, ബഷീർ സാറ്, ജംഷാറൊക്കെ എപ്പോഴും പറയാറുണ്ട് ഒരു 1 crore എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗോൾ എന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ മാസത്തോട് കൂടിയിട്ട് ബഷീർ സാർ അത് മാറ്റി വെച്ചു, ഒരു 10 crore എങ്കിലും ഗോൾ സെറ്റ് ചെയ്യണം എന്ന രീതിയിൽ സെറ്റ് ചെയ്തു. കാരണം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി
നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് എത്രയാണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിലും കൂടുതലാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ തന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള അപ്ഡേഷൻസ് ആണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്നത്. കാരണം ഈ ഒരു മാർക്കറ്റിംഗ് വിങ് ആണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പവർ. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ എന്തുണ്ടെങ്കിലും അതിന്റെ ഒരു പെർസെന്റേജ് അല്ലെങ്കിൽ 50% നമുക്കുള്ളതാണ്. സോ നമ്മളാണ് ഈ കമ്പനിയുടെ കരുത്ത്. സ്വാഭാവികമായിട്ടും ഈ ഫ്രീഡം എന്ന് പറയുന്നത് സാധാരണ ഏതൊരു ഓൺലൈൻ ഷോപ്പുകളിലും, ആമസോൺ ആണ് ഇന്ന് ലോകത്തെ നമ്പർ 1 ഓൺലൈൻ ഷോപ്പ് എന്ന് പലരും പറയാറുണ്ട്. നമ്പർ 1 ഓൺലൈൻ ഷോപ്പ് ആമസോൺ തന്നെയാണ്. ആമസോണിന്റെ MD മറ്റേ ജെഫ് ബെസോസ് എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് ലോക കോടീശ്വരനാണ്. അദ്ദേഹം മാത്രമാണ് കോടീശ്വരൻ. നമ്മുടെ MD പ്രതാപൻ സാർ 2025 മുമ്പായി ലോക കോടീശ്വരൻ പട്ടികയിലേക്ക് കയറുന്നു. നിങ്ങളും ഞാനും ഇന്ന് ജെഫ് ബെസോസ് എങ്ങനെ നിൽക്കുന്നു അതേപോലെ ആയിരിക്കും നിങ്ങളും ഞാൻ. കാരണം ഒന്നുമില്ല, MD പ്രതാപൻ സാറിന് എത്രമാത്രം ഇൻകം കിട്ടുന്നുണ്ടോ അതിന്റെ മാക്സിമം പെർസെന്റേജും നമ്മളിലേക്ക് അദ്ദേഹം ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? 1 കോടി രൂപ ദിലീപ് സാറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് 2 വർഷം 1 കോടി രൂപ ദിലീപ് സാർ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കോടി രൂപ എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. അത്രമാത്രം ഡെവലപ്മെന്റോട് കൂടിയിട്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പലരും ചോദിക്കുന്നത് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് ഒന്നും ഇവിടെ നടക്കുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു ഏരിയ എന്ന് വന്ന ആളാണ്. കാരണം എന്റെ ഫാദർ ഒരു ഗൾഫിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക, 4 വർഷം മുന്നേ മരണപ്പെട്ടു. കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും എന്റെ തലയിലായതുകൊണ്ടാണ് പല ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഞാൻ ഈ ഒരു അവസരം സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാൻ കാരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആയിട്ട് റീസൺ ഇല്ല എന്നത് തന്നെയാണ് നമ്മൾ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും വലിയത്. ഓക്കെ, അപ്പൊ എന്നിരുന്നാലും ഈ ഒരു അവസരം നമ്മുടെ കയ്യിൽ കിട്ടി. ഈ അവസരം 3 കാറ്റഗറിക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ആക്കാൻ പറ്റുക. ആ 3 ഒന്നാമത്തെ കാറ്റഗറി അത്യാവശ്യം കടമുള്ള ആളുകളാണ്, രണ്ടാമത്തെ കാറ്റഗറി വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളുകളാണ്, മൂന്നാമത്തെ കാറ്റഗറി സർവീസ് ഓറിയന്റഡ് ആണ്, അതിന് ചാരിറ്റി ചെയ്യാൻ താല്പര്യമുള്ളതാണ്. കാരണം ഈ ഒരു അവസരത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന പലരും നമ്മളെക്കാളും കൂടുതൽ സക്സസ് ആവും. ആ സക്സസ് ആവുന്ന സമയത്ത് നമുക്ക് ഈഗോ ഫീൽ ചെയ്യാൻ പാടില്ല, സക്സസ് ആക്കണം. അതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. നമ്മുടെ കൂടെ വരുന്ന ആളുകൾ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുമ്പോഴാണ് നമ്മളും ഇതിൽ സക്സസ് ആവുന്നത്. അപ്പൊ ആ ഒരു മെന്റാലിറ്റി 3 കാറ്റഗറി പീപ്പിൾ ആണോ നിങ്ങൾക്കുള്ളതാണ് ഹൈറിച്ച്, ഗ്യാരണ്ടി ആണ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ സ്വപ്നം കണ്ട് ഞാൻ തുടങ്ങിയ ആളാണെങ്കിൽ ഒരു 10,000, 15,000, 25,000 ആണ് എന്റെ മാക്സിമം ഒരു ഗോൾ ഞാൻ ഇതിൽ വരുമ്പോ സെറ്റ് ചെയ്തെങ്കിൽ ഇന്ന് എന്റെ ഗോള് 1 crore-ലേക്കാണ്. ഇന്ന് ഒരു സ്വിഫ്റ്റ് കാർ എനിക്ക് ഹൈറിച്ചിലൂടെ കിട്ടി എന്നുണ്ടെങ്കിൽ ഈ 2021 അവസാനിക്കുമ്പോഴേക്കും എന്റെ കയ്യിൽ ഒരു ഓഡി കാർ ഉണ്ടാവും, ലക്ഷറി കാർ എന്റെ കയ്യിൽ മാത്രമല്ല. ഏറ്റവും ചുരുങ്ങിയത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഇന്ന് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, ഈ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിട്ടുള്ള, പാഷനേറ്റ് ആയിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഏകദേശം 50-ലധികം ലീഡേഴ്സിന്റെ കയ്യിൽ ലക്ഷറി കാർ ഉണ്ടാവും. കാരണം അതിനുള്ള അപ്ഡേഷൻസിലേക്കാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ പോകുന്നത്. ഗ്യാരണ്ടിയാണ്. കാരണം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ എന്തൊക്കെ പ്രൊഡിക്ട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നടത്തിയിട്ടുണ്ട്. എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് അതിനെ കട്ടി മാറ്റി മുന്നോട്ട് പോയിട്ടുണ്ട്. ഓരോ ലീഡേഴ്സും മുന്നോട്ട് പോയിട്ടുണ്ട്. ആ തടസ്സങ്ങൾ കണ്ടിട്ട് ബാക്കിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ തടസ്സങ്ങളെ ഒരു തടസ്സമായി കാണാണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് സമയമായി. അപ്പോ എന്നും പറയാറുള്ള പോലെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാം. ഇത്രയും ബിസിനസ് അവസരം നമ്മൾ കേട്ടു, ഒരുപാട് പേര് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബിസിനസ് അവസരം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് 2 രീതിയിൽ ചിന്തിക്കാം. വേണമെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാം, ഇതിലൂടെ സക്സസ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടും ചിന്തിക്കാം. അല്ലെങ്കിൽ പലരും ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പറഞ്ഞ് മാറി നിൽക്കാം. പക്ഷെ പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പരമ്പരക്കും ഒരുപാട് ആളുകൾക്കും ഒരുപാട് സുഹൃത്തുക്കൾക്കും നിങ്ങളിലൂടെ രക്ഷപ്പെടാനുള്ള അവസരമാണ് നിങ്ങൾ പോസിറ്റീവായി കാണുകയാണെങ്കിൽ. ഞാൻ കണ്ടു, ഒരുപാട് ലീഡേഴ്സ് കണ്ടു, അതിലൂടെ ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടു. അപ്പൊ എന്നിരുന്നാലും APJ അബ്ദുൽ കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഒറ്റ കോട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പരുന്ത് എന്ന ഒരു പക്ഷിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ ഈ പരുന്ത് എന്ന് പറഞ്ഞ പക്ഷി മറ്റുള്ള എല്ലാ പക്ഷികളും കൂട്ടിൽ കയറുമ്പോ പരുന്ത് മാത്രം മേഘങ്ങൾക്ക് മേലെ പറന്ന് മഴ തരണം ചെയ്യും. അത് വേറെ ഒന്നും കൊണ്ടല്ല, പരുന്തിന്റെ ആറ്റിറ്റ്യൂഡ് വേറെ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പരുന്തിനെ പോലെ എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മേലെ കയറി പറക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, എനിക്കുണ്ടെങ്കിൽ, നിങ്ങളും ഞാനുമായിരിക്കും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നമ്പർ 1 അച്ചീവ്. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, എന്തായാലും ഈ ഒരു അവസരം എന്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും കിട്ടും. സീരിയസ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഓരോരുത്തർക്കും ഉള്ളതാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലൂടെ നേടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.